ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിൻ്റെ 7th യൂണിറ്റാണ് മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ. നമ്മുടെ ചാനലിൽ 4ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, CVS, LSS ക്ലാസ്സുകളും കേറ്ററ്റ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ക്ലാസ്സുകളും ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ്. ഓക്കെ ഡിയേഴ്സ്, നമുക്കിനി യൂണിറ്റിലേക്ക് പോവാം. യൂണിറ്റ് 7 മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ അഥവാ പെരുക്കൽ പെരുമ. ഫസ്റ്റ് പേജിൽ ഒരു പിക്ചർ തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ? അയനിമല ഗവൺമെൻറ് LP സ്കൂൾ ലേണിംഗ് എയ്ഡ് വർക്ക്ഷോപ്പ്. അവിടെ എന്താണ് നടക്കുന്നത്? അയനിമല ഗവൺമെൻറ് LP സ്കൂളിൽ പഠനോപകരണ ശില്പശാല നടക്കുകയാണ്. ദി ചിൽഡ്രൻ ആൻഡ് ടീച്ചേഴ്സ് ഓഫ് അയനിമല LP സ്കൂൾ ആർ പ്രിപ്പയറിംഗ് മാത്ത് ബോക്സസ്. അയനിമല ഗവൺമെൻറ് LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്നിട്ട് കണക്ക് പെട്ടി തയ്യാറാക്കുകയാണ്. കുട്ടികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷേപ്സും ടോക്കൺ ബോർഡ്സും നമ്പേഴ്സും ഒക്കെ നമുക്ക് ചിത്രത്തിൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് പേജ്. മേധാസ് മാത്ത് ബോക്സ്. സീ ദ ടോക്കൺ ബോർഡ് ഇൻ ദ മാത്ത് ബോക്സ് മേധ മെയ്ഡ്. മേധയുടെ കണക്ക് പെട്ടിയാണ് പറയാൻ പോകുന്നത്. മേധ തയ്യാറാക്കിയ കണക്ക് പെട്ടിയിലെ ടോക്കൺ ബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോക്കൺ ബോർഡ് നോക്കി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലുക്ക് അറ്റ് ദി ടോക്കൺ ബോർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ടേബിളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് മക്കളെ? റോ, നമ്പർ, ടോട്ടൽ റോസും അതിൻ്റെ നമ്പേഴ്സും തന്നിട്ടുണ്ട്. അതായത് വരികളുടെ എണ്ണം, ആകെ എത്ര വരികളുണ്ട്, അതിലെ എണ്ണങ്ങളും തന്നിട്ടുണ്ട്. 3 rows with 8 tokens in each. How many tokens in all? എന്താണ് പറഞ്ഞിട്ടുള്ളത്? 8 ടോക്കൺ വീതമുള്ള 3 വരികളുണ്ട്. ആകെ എത്ര ടോക്കൺ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മേധയുടെ മാത്ത് ബോക്സിലേക്ക് ഒന്ന് നോക്കിയേ മക്കളെ. എത്ര വരികളുണ്ട്, എത്ര റോസ് ഉണ്ട്? 3 അല്ലേ? 3 rows ഉണ്ട്. 1 2 3 3 rows ഉണ്ട്. താഴേക്ക് 3 വരികളുണ്ട്. ഒരു വരിയിൽ എത്ര ടോക്കൺസ് ഉണ്ട്? 1 2 3 4 5 6 7 8 ടോക്കൺസ് ഉണ്ട്. ഒരു വരിയിലാണ് 8 ടോക്കൺസ്. അങ്ങനെ 3 വരികളുണ്ട്. ഓക്കെ, സോ 8 + 8 + 8 3 വരികളിലായിട്ട് 8 ടോക്കൺസ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലിക്കേഷനിൽ 3 × 8 എന്ന് എഴുതാം. 8 + 8 + 8 എന്ന് എഴുതുന്നതിന് പകരം 3 × 8 എന്ന് എഴുതാം. 24 ആണ് ആൻസർ. നെക്സ്റ്റ്, മാധവ്സ് മാത്ത് ബോക്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മാധവിൻ്റെ കണക്ക് പെട്ടിയാണ്. മാധവ് മെയ്ഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോക്കൺ ബോർഡ്. ഹൗ മെനി ടോക്കൺസ് ആർ ഇൻ ഇറ്റ്? മാധവ് ടോക്കൺ ബോർഡ് മറ്റൊരു രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇതിൽ എത്ര ടോക്കണുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര റോസ് ഉണ്ടെന്ന് നോക്കിയേ മക്കളെ. 1 2 3 4 5 6 7 8 റോസ് ഉണ്ട്. താഴേക്ക് ഒരു റോയിൽ എത്ര ടോക്കൺസ് ഉണ്ട്? 3 ടോക്കൺസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 3 + 3 + 3 + 3 + 3 + 3 + 3 + 3, അതായത് 8 times 3 ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 8 × 3 എന്ന് എഴുതാം. 8 times 3. മേധ അവളുടെ മാത്ത് ബോക്സിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 3 rows with 8 tokens in each. 8 ടോക്കൺ വീതം 3 വരി. മാധവ് പറയുന്നു 8 rows with 3 tokens in each. 3 ടോക്കൺ വീതം 8 വരി. മേധയുടെ മാത്ത് ബോക്സിൽ 3 times 8 ആണെങ്കിൽ മാധവിൻ്റെ മാത്ത് ബോക്സിൽ 8 times 3 വരുന്നു. സോ നമുക്ക് ടോട്ടൽ എത്ര ടോക്കൺസ് ഉണ്ടെന്ന് കണ്ടെത്താം. മേധയുടെ ടോക്കൺസ് കണ്ടെത്താൻ 3 × 8 എത്രയാണ്? 24. മാധവിൻ്റെ ടോക്കൺസോ 8 × 3, അതും എത്രയാണ്? 24. ബോത്ത് ആർ 24. സോ മക്കൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 3 times 8 and 8 times 3 are the same. They both equal 24. This tells us you can swap the two numbers and still get the same answer. That's a great shortcut, right? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 3 times 8 and 8 times 3 are 24, right? 3 × 8 equals 8 × 3 equal 24. Next page. See how CU arranged 24 tokens in yet another way. CU 24 ടോക്കൺ മറ്റൊരു രീതിയിൽ വെച്ചത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എത്ര റോസ് ഉണ്ട് മക്കളെ? ഇതിൽ 3 റോസ് ഉണ്ട്. ഒരു റോയിൽ 8 ടോക്കൺസും ഉണ്ട്. താഴെ എഴുതിയിരിക്കുന്നത് കണ്ടു, 3 × 8 എത്രയാണ്? 24 ആണ്. 3 × 8 24 ആണ്. ഈക്വൽസ് 3 × 2 × 4 എത്രയാണ്? 24 ആണ്. 3 × 2 6 ആണ്. 6 × 4 എത്രയാണ്? 24 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു പാറ്റേൺ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ടോക്കൺ വെച്ചിരിക്കുന്ന രീതി.
ഇവിടെയും 3 റോസ് ആണുള്ളത്. ഒന്നാമത്തെ റോയിൽ 8 ടോക്കൺസ് വെച്ചിട്ടുണ്ട്. അത് 2 സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു സെറ്റിൽ 4 എണ്ണം, സെക്കൻഡ് സെറ്റിൽ 4 എണ്ണം. 2 ഇൻറ്റു 4. താഴെ എഴുതിയിരിക്കുന്നത് നോക്കിയേ മക്കളെ, 3 ഇൻറ്റു 2 ഇൻറ്റു 4. 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ്. 6 ഇൻറ്റു 4 എത്രയാണ്? 24 ആണ്. സോ 3 ഇൻറ്റു 2 ഇൻറ്റു 4 24. 24 ടോക്കൺസ് ക്യാൻ ബി അറേഞ്ച്ഡ് ലൈക്ക് ദിസ് ഓൾസോ റൈറ്റ്. 24 ടോക്കണുകൾ ഈ താഴെ തന്നിരിക്കുന്ന രീതിയിലും നമുക്ക് വയ്ക്കാമല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴേക്ക് എത്ര റോസ് ഉണ്ട് മക്കളെ? 6 റോസ് ഉണ്ട് അല്ലേ? ഒരു റോയിൽ 4 ടോക്കൺസും ഉണ്ട്. സോ 4 ഇൻറ്റു 6 എത്രയാണ്? 24. 4 ഇൻറ്റു 6 ഈക്വൽസ് 2 ഇൻറ്റു 4 ഇൻറ്റു 3. എത്രയാണ് ആൻസർ? 24 ആണ് ആൻസർ. ലാസ്റ്റ് പിക്ചർ തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ, അതിൽ 2 സെറ്റ് റോസ് ആണുള്ളത്. ഫസ്റ്റ് സെറ്റിൽ 3 റോസ് ഉണ്ട്. ഒരു റോയിൽ 4 ടോക്കൺസും ഉണ്ട്. 4 ഇൻറ്റു 3. അതേപോലെ തന്നെ താഴെയും 4 ഇൻറ്റു 3 ആണ് വരുന്നത്. സോ 2 ഇൻറ്റു 4 ഇൻറ്റു 3 എത്രയാണ്? 24. അതായത് 2 ഇൻറ്റു 4 എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു 3 24 ആണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇഫ് ദർ ആർ 4 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്, ഹൗ മെനി ടോക്കൺസ് ആർ ദർ ഇൻ ഓൾ? അതായത് 8 എണ്ണം വീതമുള്ള 4 വരിയായാൽ ആകെ എത്ര ടോക്കണുകൾ വരും? 8 + 8 + 8 + 8 ആണ്. അതായത് 4 ഇൻറ്റു 8 എത്രയാണ് മക്കളെ? 32 ആണ്. 4 ഇൻറ്റു 8 ഈക്വൽസ് 2 ഇൻറ്റു 4 ഇൻറ്റു 4. അതായത് 2 ഇൻറ്റു 4 എത്രയാണ്? 8 ആണ്. 8 ഇൻറ്റു 4 32 ആണ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് അബൌട്ട് 6 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്? 8 എണ്ണം വീതമുള്ള 6 വരിയായാൽ ആകെ എത്ര ടോക്കണുകൾ ഉണ്ടെന്നാണ്. 8 എണ്ണം വീതമുള്ള 4 വരി നമ്മൾ ഓൾറെഡി കണ്ടെത്തിയല്ലേ. 4 റോസ് ഹാവ് ഓൾറെഡി ബീൻ കൗണ്ടഡ് ആസ് 32. നമുക്ക് 32 ആണ് കിട്ടിയത്. ബിക്കോസ് 4 ഇൻറ്റു 8 ഈസ് 32. ഓക്കെ. ഇനി റിമൈനിങ് റോസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 - 4. 2 റോസ് ആണ് റിമൈനിങ് ആയിട്ടുള്ളത്. സോ 2 റോസ് ഇൻറ്റു 8 ടോക്കൺസ് എത്രയാണ്? 16 ആണ്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. 32 + 16 എത്രയാണ് മക്കളെ? 48 ആണ്. 32 + 16. ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് 6 ഇൻറ്റു 8 ചെയ്ത് നോക്കണം. അതായത് ബ്രേക്കിംഗ് 6 ഇൻറ്റു ഫാക്ടേഴ്സ് 3 ഇൻറ്റു 2 ഇൻറ്റു 8. 3 ഇൻറ്റു 2 എത്രയാണ്? 6 ആണ്. 6 ഇൻറ്റു 8 48 ആണ്. ദി ആൻസർ ഈസ് 48. നെക്സ്റ്റ് പേജ്, എ റെക്റ്റാങ്കിൾ വിത്ത് ടോക്കൺസ്. ടോക്കൺ കൊണ്ടൊരു ദീർഘചതുരം. സി ശ്രവ്യാസ് ടോക്കൺ ബോർഡ്. താഴെ തന്നിട്ടുള്ളത് ശ്രവ്യയുടെ ടോക്കൺ ബോർഡാണ്. നോക്കിയേ മക്കളെ, ഹൗ മെനി ടോക്കൺസ് ആർ ദെയർ ഇൻ ദി പിക്ചർ? എത്ര ടോക്കൺസ് ഉണ്ട് ടോട്ടൽ ഈ ചിത്രത്തിൽ? 8 ടോക്കൺ വീതമുള്ള 12 നിരയുണ്ട്. 12 കോളംസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്. അതായത് 12 ഗ്രൂപ്പ്സ് ഓഫ് 8 അല്ലേ. മൾട്ടിപ്ലൈയിങ് ബൈ 12 ഈസ് എ ലിറ്റിൽ ഹാർഡ്. സോ ശ്രവ്യ മേഡ് ഇറ്റ് ഈസിയർ ബൈ യൂസിങ് എ സ്മാർട്ട് സ്ട്രാറ്റജി. 12 ഇൻറ്റു 8 എന്നുള്ളത് ഇത്തിരി ടഫായിട്ട് അവൾക്ക് തോന്നിയത് കൊണ്ട് മറ്റൊരു രീതിയിലാണ് ആ കുട്ടി ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തത്, ടോട്ടൽ എത്ര ടോക്കൺസ് ഉണ്ട് എന്നുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കണ്ടോ മക്കളെ, ഹൗ അബൌട്ട് സ്പ്ലിറ്റിംഗ് 12 കോളംസ് ഇൻറ്റു 10 ആൻഡ് 2? അതായത് 12 നിരയെ 10ഉം 2ഉം ആക്കി മാറ്റിയാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ 10 ടോക്കൺസ് വീതമുള്ള 8 നിരയുള്ള ഒരു ലാർജ് റെക്റ്റാങ്കിളും 2 ടോക്കൺസ് വീതമുള്ള 8 നിരയുള്ള ഒരു ചെറിയ റെക്റ്റാങ്കിളും. ലാർജ് റെക്റ്റാങ്കിളിലെ ടോക്കൺസ് ആണ് ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത്. സ്മോൾ റെക്റ്റാങ്കിളിലെ ടോക്കൺസ് ആണ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ടോക്കൺസ് ഇൻ ദി ലാർജ് റെക്റ്റാങ്കിൾ. ടോക്കൺസിൻ്റെ കോളം എത്രയാണ് മക്കളെ? ലാർജ് റെക്റ്റാങ്കിളിൽ 8 ആണ്. നമ്പർ ഓഫ് കോളംസോ 10 ആണ്. സോ ടോട്ടൽ ഈസ് 8 ഇൻറ്റു 10 എത്രയാണ്? 80. നെക്സ്റ്റ് നമുക്ക് സ്മോൾ റെക്റ്റാങ്കിൾ നോക്കാം. ടോക്കൺസ് ഇൻ ദി സ്മോൾ റെക്റ്റാങ്കിൾ. ടോക്കൺസിൻ്റെ കോളം എത്രയാണ്? 8 ആണ്. നമ്പർ ഓഫ് കോളംസോ 2 ആണ്. സോ ടോട്ടൽ 8 ഇൻറ്റു 2 എത്രയാണ്? 16. നെക്സ്റ്റ് പേജ്, ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് ഓൺ ദി ബോർഡ്. ഇനി നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് എത്രയാണെന്ന് നോക്കാം. ബോർഡിൽ ആകെ എത്ര ടോക്കൺസ് ഉണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. 10 ഇൻറ്റു 8 + 2 ഇൻറ്റു 8 ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ 10 ഇൻറ്റു 8 എത്രയാണ് മക്കളെ? 80 + 2 ഇൻറ്റു 8 എത്രയാണ്? 16. ആൻസർ എത്രയാണ് വരുന്നത്? 96 ആണ് വരുന്നത്. വി ക്യാൻ കാൽക്കുലേറ്റ് വിത്തൗട്ട് ടോക്കൺസ് ലൈക്ക് ദിസ്. ടോക്കൺ ഒന്നുമില്ലാതെ ഇങ്ങനെയും നമുക്ക് കണക്കാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 10 ഇൻറ്റു 8 ഈക്വൽസ് 80, 2 ഇൻറ്റു 8 ഈക്വൽസ് 6.
അതായത് വി ടുക്ക് ദ നമ്പർ 12 ആൻഡ് സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു 2 ഈസി നമ്പേഴ്സ്. ഏതൊക്കെ നമ്പേഴ്സായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? രണ്ട് ഭാഗത്താക്കി, 10 ആയിട്ടും 2 ആയിട്ടും. ഇതൊരു സ്മാർട്ട് തിങ്കിങ് ആണല്ലേ, ബിക്കോസ് ഇറ്റ്സ് സൂപ്പർ ഈസി ടു മൾട്ടിപ്ലൈ ബൈ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ എപ്പോഴും ഈസിയാണ്. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്തത്? മൾട്ടിപ്ലൈ ദി ഈസി പാർട്ട് സെപ്പറേറ്റ്ലി. അതായത് ഫസ്റ്റ് മൾട്ടിപ്ലൈ ദി 10 ബൈ 8. 10നെ ആദ്യം നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10 ഇൻറ്റു 8 80 ആണ്. സെക്കൻഡ് നമ്മൾ എന്താണ് ചെയ്തത്? മൾട്ടിപ്ലൈ ദ 2 ബൈ 8. 2 ഇൻറ്റു 8 എത്ര കിട്ടി? 16 കിട്ടി. ഇങ്ങനെ രണ്ട് പാർട്ടാക്കി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണല്ലേ. ക്യാൻ ബി കാൽക്കുലേറ്റഡ് ലൈക്ക് ദിസ് ഓൾസോ. സൈഡിൽ സ്ക്വയർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 12 ഇൻറ്റു 8 16, അതായത് 8 ഇൻറ്റു 6 16 കിട്ടുന്നു. 8 എന്ന് കിട്ടുന്നത് 8 ഇൻറ്റു 10 ആണ്. സോ ദ ആൻസർ ഈസ് 96. To compute 12 into 8, we need only add the number got by multiplying 10 by 8 and the number got by multiplying 2 by 8. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. 12 ഇൻറ്റു 8 എന്നുള്ളത് കണക്കാക്കാൻ 10നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും എത്രയാണ്? 80. 2നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും എത്രയാണ്? 16. ഇത് തമ്മിൽ കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. So you solved 2 small easy problems instead of one big difficult problem. അല്പം പ്രയാസമുള്ള വലിയൊരു പ്രോബ്ലമാണ് ഈ ഈസി വേയിലൂടെ നമ്മൾ സോൾവ് ചെയ്തതല്ലേ. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ തന്നിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ. ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ 13 ഇൻറ്റു 5 ആണ്. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 10 ഇൻറ്റു 5 എഴുതാം, 50. 3 ഇൻറ്റു 5 15. സോ 50 പ്ലസ് 15 65. നെക്സ്റ്റ് 23 ഇൻറ്റു 5 ആണ് തന്നിരിക്കുന്നത്. 20 ഇൻറ്റു 5 100 ആണ്. 3 ഇൻറ്റു 5 15 ആണ്. 100 പ്ലസ് 15 115 ആണ്. ലൈക്ക് ദിസ് റെപ്രസെൻറ്റ് 14 ഇൻറ്റു 6 ആൻഡ് 24 ഇൻറ്റു 3 ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതേ രീതിയിൽ 14 ഇൻറ്റു 6ഉം 24 ഇൻറ്റു 3ഉം നോട്ട്ബുക്കിൽ എഴുതാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ 14 ഇൻറ്റു 16, 10 ഇൻറ്റു 6 60, 4 ഇൻറ്റു 6 24, 60 പ്ലസ് 24 84. നെക്സ്റ്റ് 24 ഇൻറ്റു 3 ആണ് കണ്ടെത്തേണ്ടത്. എങ്ങനെ എഴുതാം മക്കളെ? 20 ഇൻറ്റു 3 60 ആണ്. 4 ഇൻറ്റു 3 12 ആണ്. 60 പ്ലസ് 12 72 ആണ്. മറ്റ് നമ്പേഴ്സ് യൂസ് ചെയ്ത് ഇതേ മോഡലിലുള്ള കുറേ പ്രോബ്ലംസ് മക്കളൊന്ന് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 18 ഇൻറ്റു 5 ഈക്വൽസ് 10 ഇൻറ്റു 5 പ്ലസ് 8 ഇൻറ്റു 5 ഈക്വൽസ് 50 പ്ലസ് 40 ഈക്വൽസ് 90. നെക്സ്റ്റ് വൺ നമുക്ക് ചെയ്യേണ്ടത് 16 ഇൻറ്റു 5 ആണ്. 10 ഇൻറ്റു 5 പ്ലസ് 6 ഇൻറ്റു 5 50 പ്ലസ് 30 80 ആണ് വരുന്നത് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് 13 ഇൻറ്റു 3 വരും. 10 ഇൻറ്റു 3 പ്ലസ് 3 ഇൻറ്റു 3 30 പ്ലസ് 9 39. നെക്സ്റ്റ് വൺ 13 ഇൻറ്റു 4 വരും. 10 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 4 40 പ്ലസ് 12 ആണ് 52 ആണ് ഫൈനൽ ആൻസർ. ലാസ്റ്റ് വൺ 13 ഇൻറ്റു 7 വരുമ്പോഴാണ് 10 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 7 എന്ന് എഴുതാനാകുക. സോ 70 പ്ലസ് 21 വരും. 91 ആണ് ആൻസർ. നെക്സ്റ്റ് പേജ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് സോ ഈസി. ഗുണനം വളരെ എളുപ്പമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാൻ യു കാൽക്കുലേറ്റ് 15 ഇൻറ്റു 30? 15 ഇൻറ്റു 30 ഈക്വൽസ് 10 ഇൻറ്റു 30 പ്ലസ് 5 ഇൻറ്റു 30. എത്രയാണ് മക്കളെ? 10 ഇൻറ്റു 30 300 ആണ്. 5 ഇൻറ്റു 30 150 ആണ്. സോ ദ ആൻസർ ഈസ് 450. എനി അതർ വേ? എന്തെങ്കിലും മറ്റു വഴികളുണ്ടോ ഇത് ചെയ്യാൻ? വാട്ട് ഈസ് 15 ഇൻറ്റു 3? 15 ഇൻറ്റു 3 എത്രയാണ്? 45 ആണ്. സോ വാട്ട് ഈസ് 15 ഇൻറ്റു 30? 15 ഇൻറ്റു 30 എത്രയാണ്? 450 ആണ്. 450 ആണ്. 45ൻ്റെ കൂടെ ഒരു 0 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 40 ഇൻറ്റു 30 ആണ്. 4 ഇൻറ്റു 3 12 ആണ്. 10 ഇൻറ്റു 10 100 ആണ്. ദെൻ 40 ഇൻറ്റു 30 1200 ആണ്. 1200 ആണ്. നെക്സ്റ്റ് വാട്ട് ഈസ് 70 ഇൻറ്റു 70 ആണ് ചോദിച്ചിരിക്കുന്നത്. 7 ഇൻറ്റു 7 ആദ്യം ചെയ്യുക, 49 ആണ്. ദെൻ 10 ഇൻറ്റു 10 ചെയ്യുക, 100 ആണ്. 70 ഇൻറ്റു 70 അപ്പോൾ 4900 ആണ്. 4900 ആണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ 0യ്ക്ക് മുന്നേയുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുക. കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ഈ രണ്ട് സീറോസ് മറക്കാതെ ആഡ് ചെയ്യുക. ദെൻ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താം. നൗ കാൻ യു ഡൂ ദീസ് ഇൻ യുവർ ഹെഡ്? ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസ് മനക്കണക്കായിട്ട് ചെയ്യാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 30 ഇൻറ്റു 3 3 ഇൻറ്റു 3 എത്രയാണ് മക്കളെ? 9 ആണ്. 30യുടെ ഒരു 0 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു, 90 ആയി.
നെക്സ്റ്റ് വൺ 60 ഇൻറ്റു 4 ആണ് തന്നിട്ടുള്ളത്. 6 ഇൻറ്റു 4 എത്രയാണ്? 24 ആണ്. 60യുടെ ഒരു 0 കൂടി നമ്മൾ അതിനൊപ്പം ആഡ് ചെയ്യുന്നു. 240 കിട്ടി. നെക്സ്റ്റ് വൺ 50 ഇൻറ്റു 3 ആണ് തന്നിട്ടുള്ളത്. 5 ഇൻറ്റു 3 15 ആണ്. സോ 50യുടെ ഒരു 0 കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. 150 ആണ് ആൻസർ. ലാസ്റ്റ് വൺ 40 ഇൻറ്റു 40 ആണ് തന്നിരിക്കുന്നത്. 4 ഇൻറ്റു 4 എത്രയാണ്? 16 ആണ്, 16 ആണ്. ഈ രണ്ട് 40യുടെയും ഓരോ 0 വെച്ച് നമ്മൾ ആഡ് ചെയ്യുന്നു 16ൻ്റെ കൂടെ. ദെൻ ദ ആൻസർ ഈസ് 1600, 1600 ആണ്. Next activity, fill in the empty spaces. In how many ways can we arrange 24 tokens in rectangles? കളങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 24 ടോക്കണുകൾ ഏതെല്ലാം രീതിയിൽ ദീർഘചതുരത്തിൽ ക്രമീകരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഫിൽ ചെയ്യണം. ഓക്കെ, 24 ആണ് സെൻറ്ററിൽ തന്നിട്ടുള്ളത്. ഒരെണ്ണം 3 ഇൻറ്റു 8 ആണ്. മറ്റൊരു ഓപ്ഷൻ 8 ഇൻറ്റു 3 ആണ്. 3 ഇൻറ്റു 8 24 ആണ്. 8 ഇൻറ്റു 3 24 ആണ്. ഇനി ഏതൊക്കെയുണ്ട് മക്കളെ? 1 ഇൻറ്റു 24 ഉണ്ട്. 24 ഇൻറ്റു 1 ഉണ്ട്. 2 ഇൻറ്റു 12 ഉണ്ട്. 12 ഇൻറ്റു 2 ഉണ്ട്. 4 ഇൻറ്റു 6 ഉണ്ട്. 6 ഇൻറ്റു 4 ഉണ്ട്. നെക്സ്റ്റ് താഴെ തന്നിട്ടുള്ള രണ്ട് കോളംസ് കൂടി നമുക്ക് ഫിൽ ചെയ്യാം മക്കളെ. ഫസ്റ്റ് വൺ 3 ഇൻറ്റു 8 എത്രയാണ്? 3 ഇൻറ്റു 2 ഇൻറ്റു 4 24 എന്ന് നമുക്ക് കിട്ടും. 2 ഇൻറ്റു 12നെ 2 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് എഴുതുമ്പോൾ 24 ആണ്. ഇനി 2 ഇൻറ്റു 12നെ 2 ഇൻറ്റു 6 ഇൻറ്റു 2 എന്ന് എഴുതിയാലും 24 ആണ്. ഓക്കെ, 4 ഇൻറ്റു 6നെ 4 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് എഴുതുമ്പോഴാണ് 24 ആവുന്നത്. നെക്സ്റ്റ് വൺ 3 ഇൻറ്റു 12 ആണ് തന്നിരിക്കുന്നത്. അതെങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 ഇൻറ്റു 4 36 വരും. 3 ഇൻറ്റു 12 വീണ്ടും എഴുതുമ്പോൾ 3 ഇൻറ്റു 2 ഇൻറ്റു 6 എഴുതുകയാണെങ്കിലും 36 വരും. നെക്സ്റ്റ് പേജ്, മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ, പാൽ വിതരണം. ദി ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് ഗ്ലാസസ് ഫോർ മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ ടു ആനിമല സ്കൂൾ. There were 21 boxes with half a dozen glasses in each box. How many glasses does the school get? ഓക്കെ, ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആനിമല സ്കൂളിലെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ ആവശ്യമായ ഗ്ലാസ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും നൽകുകയുണ്ടായി. ഒരു പെട്ടിയിൽ 1/2 ഡസൻ ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ 21 പെട്ടി ഗ്ലാസ് ആണ് കൊടുത്തത്. അങ്ങനെയെങ്കിൽ സ്കൂളിൽ ആകെ എത്ര ഗ്ലാസ് ആണ് കിട്ടിയതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഇനി ആൻസറിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഹാഫ് എ ഡസൺ എന്ന് വെച്ചാൽ എത്രയാണ്? 1 ഡസൺ മീൻസ് 12 ആണ്. സോ ഹാഫ് എ ഡസൺ മീൻസ് 6 ആണ്. ഓക്കെ, ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദ സ്കൂൾ ഗെറ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കത് എങ്ങനെ എഴുതാം? 21 ബോക്സസ് 6 ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ്. ദെൻ 21 ഇൻറ്റു 6 ആണ്. ലെറ്റ് സ്പ്ലിറ്റ് 21 ഇൻറ്റു 20 ആൻഡ് 1. 21നെ നമുക്ക് 21 എന്നും 1 എന്നും സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ 20 ഇൻറ്റു 6 എത്രയാണ് മക്കളെ? 120 ആണ്. പ്ലസ് 1 ഇൻറ്റു 6 എത്രയാണ്? 6 ആണ്. സോ വെൻ വി ആഡഡ് ടുഗദർ 120 പ്ലസ് 6 126 കിട്ടും. സോ ദ ആൻസർ ഈസ് ദി സ്കൂൾ ഗോട്ട് 126 ഗ്ലാസസ് ഇൻ ടോട്ടൽ. ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്നുള്ളിടത്താണ് നമ്മളത് എഴുതിയത്. ഇനി ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ് എന്നുള്ളിടത്ത് അനദർ വേ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 10 ഇൻറ്റു 6 പ്ലസ് 10 ഇൻറ്റു 6 പ്ലസ് 1 ഇൻറ്റു 6 എഴുതാം അല്ലേ? ദെൻ 10 ഇൻറ്റു 6 എത്രയാണ്? 60 ആണ്. പ്ലസ് 10 ഇൻറ്റു 6 60 ആണ്. പ്ലസ് 1 ഇൻറ്റു 6 എത്രയാണ്? 6 ആണ്. 60 പ്ലസ് 60 120 ആണ്. പ്ലസ് 6 അതേപോലെ എഴുതുന്നു 126. ഈ രണ്ട് വേസിൽ നമുക്ക് ആൻസർ കണ്ടെത്താം. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദി ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് 9 ബോക്സസ് വിത്ത് 1 ഡസൻ ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ് ടു പുരവനം സ്കൂൾ. പുരവനം സ്കൂളിന് അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റ് ചെയ്തത് എത്ര ബോക്സസ് ഓഫ് ഗ്ലാസസ് ആണ്? 9 ബോക്സസ് ഓഫ് ഗ്ലാസസ് ആണ്. ഒരു ബോക്സിൽ 1 ഡസൻ ഫുൾ ഗ്ലാസസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഡസൻ എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 12 ഇൻ നമ്പേഴ്സ് ആണല്ലേ? ഓക്കെ, ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്യാൻ യു ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്? മനക്കണക്കായി ചെയ്യാൻ കഴിയുമോ? യെസ്, ഓഫ് കോഴ്സ് അല്ലേ. 9 ഇൻറ്റു 12 ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ ഡിയേഴ്സ്, ദെൻ ലെറ്റ്സ് ബി സ്മാർട്ട് ആൻഡ് സ്പ്ലിറ്റ് ദ 12 ഇൻറ്റു 10 ആൻഡ് 2. ദെൻ മൾട്ടിപ്ലൈ 9 ബൈ 10. 9 ഇൻറ്റു 10 എത്രയാണ്? 90 ആണ്. ദെൻ മൾട്ടിപ്ലൈ 9 ബൈ 2. 9 ഇൻറ്റു 2 എത്രയാണ്? 18 ആണ്. ആർ ദോസ് ടു ആൻസേഴ്സ്? 90 പ്ലസ് 18 108 ആണ്. സോ പുരവനം സ്കൂൾ ഗോട്ട് 108 ഗ്ലാസസ് ഇൻ ഓൾ. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഒരു പസിൽ കോർണറാണ് മക്കളെ. ഫസ്റ്റ് പസിൽ നമുക്ക് നോക്കാം. ഈ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 8 ഗിവ്സ് 120. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 8? വെൻ മൾട്ടിപ്ലൈങ് ദി നെക്സ്റ്റ് നമ്പർ ദി ആൻസർ വിൽ ബി 8 മോർ അല്ലേ? സോ 120 പ്ലസ് 8 ആണ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. 128 ആണ് ആൻസർ.
പസിൽ ബി ചോദിച്ചിരിക്കുന്നത് എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 4 ഗീവ്സ് 4172. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 4? തൊട്ട് മുകളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. വെൻ മൾട്ടിപ്ലൈയിങ് ദി നെക്സ്റ്റ് നമ്പർ ദി ആൻസർ വിൽ ബി 4 മോർ, 4 കൂടി വരും അല്ലേ. സോ 4172 പ്ലസ് 4 എത്രയാണ്? 4176 ആണ് ആൻസർ. പസിൽ സി ചോദിച്ചിരിക്കുന്നത് നോക്കാം. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 7 ഗീവ്സ് 238. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇഫ് ദ നമ്പർ ബിഫോർ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 7? ആദ്യത്തെ 2 പസിലും നെക്സ്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് കഴിഞ്ഞു പോയ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വെൻ മൾട്ടിപ്ലൈയിങ് ദി നമ്പർ ബിഫോർ ഇറ്റ് ദി ആൻസർ വിൽ ബി 7 ലെസ്, 7 കുറഞ്ഞായിരിക്കും ആൻസർ വരുന്നത് അല്ലേ. തന്നിരിക്കുന്ന നമ്പർ എത്രയാണ്? 238 ആണ്. അതിൽ നിന്നും 7 കുറയണം, ആ നമ്പറാണ് കണ്ടെത്തേണ്ടത്. സോ 238 മൈനസ് 7 ചെയ്ത് നോക്കിയാൽ മതി. 231 ആണ് ആൻസർ. Next page, Grama Panchayat aid. The Grama Panchayat donated new desks and chairs to Mitra school. There were 4 chairs for each desk. The number of desks given to each class is given below. How many desks and chairs were given in all എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസ് 1-ൽ 8 ഡെസ്ക് ആണ് കൊടുത്തിട്ടുള്ളത്, ക്ലാസ് 2-ൽ 7, 3-ൽ 9 ആൻഡ് ക്ലാസ് 4-ൽ 5. ഹൗ മെനി ഇൻ ഓൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെസ്കുകളുടെ എണ്ണം, ചെയേഴ്സിൻ്റെ എണ്ണം. ഓക്കെ, ആദ്യം നമുക്ക് ടോട്ടൽ എത്ര ഡെസ്കുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ഹൗ മെനി ഡെസ്ക് ഇൻ ഓൾ? ഫസ്റ്റ് ലെറ്റ്സ് ആഡ് അപ്പ് ഓൾ ദ ഡെസ്ക്. 8 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 5. വി ക്യാൻ പെയർ നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് പെയർ ചെയ്ത് എങ്ങനെ എഴുതാം മക്കളെ? 8 പ്ലസ് 7 എന്ന് എഴുതിക്കൂടെ? 15 ആണ്. 9 പ്ലസ് 5 എടുക്കാം, 14 ആണ്. ദെൻ ഈ 15ഉം 14ഉം കൂടി ആഡ് ചെയ്യാം, 29 ആണ്. സോ ടോട്ടൽ ഡെസ്കുകളുടെ എണ്ണം 29 ആണ്. ഓക്കെ, ഇനി കണ്ടെത്തേണ്ടത് എത്ര ചെയേഴ്സ് മൊത്തത്തിലുണ്ടെന്നാണ്. ഹൗ മെനി ചെയേഴ്സ് ഇൻ ഓൾ? വി ഹാവ് 29 ഡെസ്ക്സ് ആൻഡ് 4 ചെയേഴ്സ് ഫോർ ഈച്ച് ഡെസ്ക്. 29 ഡെസ്കുകളാണ് ആകെയുള്ളത്. ഓരോ ഡെസ്കിനും 4 ചെയേഴ്സ് വീതം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ദി മാത്ത് പ്രോബ്ലം ഈസ് 29 ഇൻറ്റു 4. നമുക്ക് അറിയേണ്ടത് 29 ഇൻറ്റു 4 ആണല്ലേ. ലെറ്റ് സ്പ്ലിറ്റ് 29 ഇൻറ്റു 20 ആൻഡ് 9. ഫസ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ 20 ബൈ 4 ചെയ്യാം. 20 ഇൻറ്റു 4 എത്രയാണ് മക്കളെ? 80 ആണ്, 80. ദെൻ മൾട്ടിപ്ലൈ 9 ബൈ 4. 9 ഇൻറ്റു 4 എത്രയാണ്? 36 ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് ആഡ് ദ 2 ആൻസേഴ്സ് ടുഗദർ. 80 പ്ലസ് 36, 116 ആണ് ആൻസർ. സോ ടോട്ടൽ ചെയേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 116 ആണ്. ടോട്ടൽ ഡെസ്കിൻ്റെ എണ്ണം 29ഉമാണ്. മനസ്സിലായല്ലോ. If 5 chairs are to be arranged with every desk, how many chairs are needed? How do we calculate? അതായത് ഈ 29 ഡെസ്കുകൾ ഉള്ളതിൽ 4 ചെയേഴ്സ് ആയിരുന്നു ഓരോ ഡെസ്കിനുമെന്നാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി 5 ചെയേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ചെയേഴ്സ് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 29 ഡെസ്ക് ആൻഡ് 5 ചെയേഴ്സ് വിത്ത് എവറി ഡെസ്ക് അല്ലേ. സോ നമ്പർ ഓഫ് ചെയേഴ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ 29 ഇൻറ്റു 5 ചെയ്ത് നോക്കിയാൽ മതി. 29 ഇൻറ്റു 5നെ സ്പ്ലിറ്റ് ചെയ്ത് 20 ഇൻറ്റു 5 എന്ന് എഴുതാം, പ്ലസ് 9 ഇൻറ്റു 5 എന്ന് എഴുതാം. 20 ഇൻറ്റു 5 എത്രയാണ്? 100 ആണ്, 100 ആണ്. 9 ഇൻറ്റു 5 45 ആണ്, 45 ആണ്. ദെൻ അവസാനമായിട്ട് ചെയ്യേണ്ട കാൽക്കുലേഷൻ 100 പ്ലസ് 45 ആണ്. 145 ആണ് ആൻസർ കിട്ടുന്നത്. 145. 29 ഡെസ്കുകൾക്ക് ഒരു ഡെസ്കിന് 5 ചെയേഴ്സ് എന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ 145 ചെയേഴ്സ് വേണം. ഓക്കെ, നെക്സ്റ്റ് പേജ്. കണ്ടിന്യൂ ദി പാറ്റേൺ, ഫൈൻഡ് ഔട്ട് ദി റിലേഷൻ. പാറ്റേൺ തുടർന്ന് എഴുതുക, സംഖ്യാബന്ധം കണ്ടുപിടിക്കുക. എന്ത് പാറ്റേൺ ആണെന്ന് നമുക്ക് നോക്കാം മക്കളെ. ഫസ്റ്റ് വൺ നോക്കിയേ. 1 ഇൻറ്റു 9 പ്ലസ് 1 10 ആണ്. 1 ഇൻറ്റു 9 എത്രയാണ്? 9 ആണ്. അതിനോടൊപ്പം 1 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു, 10 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ. 2 ഇൻറ്റു 9 പ്ലസ് 2 20 ആണ്. 2 ഇൻറ്റു 9 18 ആണ്, 18. പ്ലസ് 2 ആഡ് ചെയ്യുന്നു, 20 കിട്ടുന്നു. 3 ഇൻറ്റു 9 പ്ലസ് 3 30, 30 ആണല്ലേ. 3 ഇൻറ്റു 9 എത്രയാണ്? 27 ആണ്. പ്ലസ് 3 കൂടി ആഡ് ചെയ്യുന്നു, 30 കിട്ടുന്നു. ഇനി ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 10 താഴെ തന്നിട്ടുണ്ട്. സോ 4 തൊട്ട് 9 വരെയുള്ള സീക്വൻസ് നമ്മൾ എഴുതണം. ഇത് എഴുതുന്ന ടെക്നിക്ക് മക്കൾക്ക് മനസ്സിലായല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് വൺ എഴുതാം. 4ൻ്റെ 4 ഇൻറ്റു 9 പ്ലസ് 4 40, 5 ഇൻറ്റു 9 പ്ലസ് 5 50, 6 ഇൻറ്റു 9 പ്ലസ് 6 60, 7 ഇൻറ്റു 9 പ്ലസ് 7 70, 8 ഇൻറ്റു 9 പ്ലസ് 8 80 ആൻഡ് 9 ഇൻറ്റു 9 പ്ലസ് 9 90. ഇതിൽ നിന്ന് മക്കൾക്ക് എന്താണ് മനസ്സിലായത്? വാട്ട് ഐ ഫൈൻഡ് ഔട്ട് എന്നുള്ളിടത്ത് നമുക്ക് എഴുതാം. മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ 9 ആൻഡ് ആഡിങ് ദി സെയിം നമ്പർ ഗീവ്സ് ദി സെയിം നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 10.
അതായത് ഒരു സംഖ്യയെ നമ്മൾ 9 കൊണ്ട് ഗുണിച്ചിട്ട് അതേ സംഖ്യ തന്നെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് യൂസിങ് ദിസ് നമ്പർ പാറ്റേൺ കാൽക്കുലേറ്റ് ദി ഫോളോവിങ്. ഈ സംഖ്യ പാറ്റേൺ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നവയുടെ ഉത്തരം കണക്കാക്കുക. 15 × 9 + 15 എത്രയാണ് മക്കളെ? 150 ആണ്. 43 × 9 + 43 430 ആണ്. 78 × 9 + 78 780 ആണ്. സ്വയം നിങ്ങൾ ഒരെണ്ണം എഴുതാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 41 × 9 + 41 ചെയ്താൽ 410 കിട്ടും. ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ഈസി വേ എന്താണ് മക്കളെ? മനസ്സിലായോ? 10, 20, 30, 40, 50, 60 തുടങ്ങിയ സംഖ്യകളൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ഈ സീറോസൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. സീറോസ് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു ഫൈനൽ ആൻസർ കിട്ടുമല്ലോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ആ ആൻസറിനൊപ്പം നമ്മൾ ഈ മാറ്റി നിർത്തിയ സീറോസിനെ ഒന്ന് ആഡ് ചെയ്യുക. അതായത് ടു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 10, 20, 30, 40, 50 etc. ഫസ്റ്റ് യു must multiply the numbers together by ignoring zeros. Okay, then add that zeros to the final answer. Next, find out easy ways to multiply by 10 and 20 and fill in the table. 10 കൊണ്ടും 20 കൊണ്ടും ഗുണിക്കാനുള്ള എളുപ്പ വഴി കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 10 × 10 100 കൊടുത്തിട്ടുണ്ട്. 11 × 10 110 കൊടുത്തിട്ടുണ്ട്. 10 × 10 നമ്മൾ 10 അതേപോലെ എഴുതുന്നു, ഇഗ്നോർ ചെയ്ത് നിർത്തി ആ സീറോയും കൂടി ആഡ് ചെയ്യുന്നു, 100 കിട്ടുന്നു. അതാണ് ദ ഈസിയസ്റ്റ് വേ. 11ലും അത് തന്നെ. 11 × 10 ചെയ്യുമ്പോൾ നമ്മൾ 11 അതുപോലെ എഴുതുന്നു, 10ൻ്റെ 0 ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് 13 × 10 അപ്പോൾ എങ്ങനെ എഴുതാം മക്കളെ? 13 അതുപോലെ എഴുതുന്നു, 10ൻ്റെ 0 ഇടുന്നു. 16 × 10 16 അതേപോലെ എഴുതുന്നു, 10ൻ്റെ 0 ആഡ് ചെയ്യുന്നു, 160 കിട്ടുന്നു. 19 19 × 10 എഴുതുമ്പോഴും 19 അതേപോലെ എഴുതുന്നു, 10ൻ്റെ 0 ആഡ് ചെയ്യുന്നു, 190 ആൻസർ കിട്ടുന്നു. ഇതേപോലെ മക്കൾ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് എഴുതി നോക്കണം കേട്ടോ. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് 10 × 20 ആണ്. 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, 10 × 20 200 ആണ്. 11 × 20 220 ആണ്. 13 × 20 260 ആണ്. 16 × 20 320 ആണ്. 19 × 20 380 ആണ്. 19 × 2 എത്രയാണ് മക്കളെ? 38 ആണ്. 38ൻ്റെ കൂടി ഒരു 0 കൂടി നമ്മൾ 20യുടെ 0 കൂടി ആഡ് ചെയ്യുന്നു, 380 കിട്ടി. ഓക്കെ, അതേപോലെ തന്നെ 20 × 20 400, 21 × 20 420, 22 × 20 440, 23 × 20 460. നെക്സ്റ്റ് 10 × 10 എത്രയാണ് മക്കളെ? 100 ആണ്, 100 ആണല്ലേ. 1 × 1 1 ആണ്. രണ്ട് 10ൻ്റെയും ഓരോ 0 വെച്ച് നമ്മൾ ആഡ് ചെയ്യുന്നു, 100 കിട്ടി. അതേപോലെ തന്നെ 20 × 20 400 ആണ്. എങ്ങനെയാണ് കിട്ടിയത്? 2 × 2 എത്രയാണ് മക്കളെ? 4 ആണ്. രണ്ട് 20ൻ്റെയും കൂടി രണ്ട് 0സും കൂടി ലാസ്റ്റ് ആഡ് ചെയ്യുന്നു, 400 ആയി. 30 × 30 900 ആണ്. 40 × 40 1600 ആണ്. 50 × 50 5 × 5 എത്രയാണ്? 25 ആണ്. രണ്ട് 50യുടെയും ഓരോ 0 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് സീറോസ് ആഡ് ചെയ്യുന്നു, 2500 കിട്ടുന്നു. 60 × 60 എത്രയാണ്? 6 × 6 36 ആണ്. രണ്ട് 60യുടെയും കൂടി രണ്ട് സീറോസ് നമ്മൾ ആഡ് ചെയ്യുന്നു, 3600 കിട്ടി, 3600. 70 × 70 എത്രയാണ്? 4900 ആണ്. 80 × 80 എത്രയാണ്? 6400 ആണ്. 90 × 90 8100 ആണ്. Like this, find out how we can multiply by 30, 40 and 50 and write down in your notebook. ഇതുപോലെ 30, 40, 50 എന്നീ സംഖ്യകൾ കൊണ്ട് എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാമെന്ന് കണ്ടുപിടിച്ച് നോട്ട് ബുക്കിൽ എഴുതുക എന്നാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ഇതേ മെത്തേഡിൽ നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് 30യുടെ ഒന്ന് എഴുതി നോക്കാം. 30ൻ്റെ 10 × 30 300, 11 × 30 330, 12 × 30 360, 13 × 30 390, 14 × 30 420, 15 × 30 450, 16 × 30 480 ആണ്. 17 × 30 ആകുമ്പോഴോ 510 ആണ്. 18 × 30 540 ആണ്. 19 × 30 570 ആണ്. നെക്സ്റ്റ് നമുക്ക് 40യുടെ കൂടി എഴുതി നോക്കാം. 10 × 40 400, 11 × 40 440,
12 into 40, 480, 13 into 40, 520, 14 into 40, 560, 15 into 40, 600, 16 into 40, 640, 17 into 40, 680, 18 into 40, 720, 19 into 40, 760. ലാസ്റ്റ് 150 കൂടി ചോദിച്ചിട്ടില്ലേ, അതുകൂടി എഴുതാം. 10 into 50, 500, 11 into 50, 550, 12 into 50, 600, 13 into 50, 650, 14 into 50, 700, 15 into 50, 750, 16 into 50, 800, 17 into 50, 850, 18 into 50, 900, 19 into 50, 950. നെക്സ്റ്റ് പേജ് നമ്പർ 112 നോക്കാം മക്കളെ. ഫിൽ ഇൻ, ഫൈൻഡ് ദി റിലേഷൻസ്. പൂരിപ്പിക്കൂ, ബന്ധം കണ്ടുപിടിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് 8ൻ്റെ ടേബിളാണേ. ഇത് മക്കൾക്ക് അറിയാമല്ലോ. 1 times 8 is 8, 2 times 8 is 16, അങ്ങനെ പോകുന്നു. 3 into 8 24, 4 into 8 32, 5 into 8 40, 6 into 8 48, 7 into 8 56, 8 into 8 64, 9 into 8 72 and 10 into 8 80. ഈ പാറ്റേണിൻ്റെ റിലേഷൻ തൊട്ടടുത്ത് തന്നിട്ടുണ്ട്, കണ്ടില്ലേ മക്കളെ. 1 into 8 പ്ലസ് 1 into 6, 1 into 14 ആണ്. അതായത് 1 into 8 എന്ന് പറയുന്നത് 8 ആണ്, 1 into 6 എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഈ 8 പ്ലസ് 6 ആണ് 14. ഓക്കെ, നെക്സ്റ്റ് വൺ തന്നിരിക്കുന്നത് 2 into 8 പ്ലസ് 2 into 6 എത്രയാണ്? 2 into 14 വരുന്നു. ഓക്കെ, ഇനി നമുക്ക് 6ൻ്റെ ടേബിൾ കൂടി കംപ്ലീറ്റ് ചെയ്യാം. 1 into 6, 6, 2 into 6, 12, 3 into 6, 18, 4 into 6, 24, 5 into 6, 30, 6 into 6, 36, 7 into 6, 42, 8 into 6, 48, 9 into 6, 54 and 10 into 6, 60. ഇനി ഇവിടെ മിഡിൽ ടേബിൾ തന്നിരിക്കുന്നത് കണ്ടോ മക്കളെ, 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ 1 into 14 is 14, 2 into 14 28, 3 into 14 42, 4 into 14 56, 5 into 14 70, 6 into 14 84, 7 into 14 98, 8 into 14 112, 9 into 14 126 and 10 into 14 140. ഇവിടെ നമ്മൾ എങ്ങനെയാണ് മക്കളെ ഈ പാറ്റേൺ പെട്ടെന്ന് കണ്ടുപിടിച്ചത്? 14നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തു? 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, 8 ആയിട്ടും 6 ആയിട്ടും. ഓക്കെ, നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 14നെ തന്നെ 9 ആയിട്ടും 5 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. 1 into 9 9, 2 into 9 18, 3 into 9 27, 4 into 9 36, 5 into 9 45, 6 into 9 54, 7 into 9 63, 8 into 9 72, 9 into 9 81 and 10 into 9 90. നെക്സ്റ്റ് നമുക്ക് 5ൻ്റെ ടേബിൾ അറിയാലോ, അതും കൂടി എഴുതാം. 1 into 5 5, 2 into 5 10, 3 into 5 15, 4 into 5 20, 5 into 5 25, 6 into 5 30, 7 into 5 35, 8 into 5 40, 9 into 5 45 and 10 into 5 50. നടുക്കായിട്ട് അതിൻ്റെ റിലേഷൻ കൊടുത്തിട്ടുണ്ട്. 1 into 9 പ്ലസ് 1 into 5 ആണ് 1 into 14 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 2 into 9 പ്ലസ് 2 into 5 ആണ് 2 into 14 എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേണിൽ നിന്ന് മക്കൾക്ക് എന്താണ് മനസ്സിലായത്? മൾട്ടിപ്ലൈയിങ് എ നമ്പർ ബൈ 14 ക്യാൻ ബി ഡൺ ബൈ ആഡിങ് ദി റിസൾട്ട് ഓഫ് മൾട്ടിപ്ലൈയിങ് ദി സെയിം നമ്പർ ബൈ 8 ആൻഡ് 6 ഓർ ബൈ 9 ആൻഡ് 5. അതായത് ഒരു സംഖ്യയെ 14 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നതിന് അതേ സംഖ്യയെ 8 കൊണ്ടും 6 കൊണ്ടും ഗുണിച്ചപ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ, ആൻസേഴ്സ് കൂട്ടിച്ചേർത്താൽ നമുക്ക് കിട്ടും അല്ലേ. ഇനി അതുമല്ലെങ്കിൽ അതേ സംഖ്യയെ 9 കൊണ്ടും 5 കൊണ്ടും ഗുണിച്ച ഫലങ്ങൾ കൂട്ടിച്ചേർത്താലും 14 കൊണ്ട് ഗുണിച്ചതിന് തുല്യമായ ആൻസർ തന്നെ, ഫലം തന്നെ ലഭിക്കും. നെക്സ്റ്റ് പേജ്, ഫിൽ ഇൻ ദ ബിൽ. ബില്ല് പൂരിപ്പിക്കാനാണേ. സീ ദി ബിൽ ഓഫ് ദി തിങ്സ് ചിൽഡ്രൻ ബോട്ട് ഫ്രം ദി സ്കൂൾ സ്റ്റോർ. ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്. സ്കൂൾ സ്റ്റോറിൽ നിന്നും ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ വാങ്ങിയ സാധനങ്ങളുടെ ബില്ലാണ് തന്നിട്ടുള്ളത്.
ബാക്കി ഭാഗം നമ്മൾ പൂരിപ്പിക്കണം, വിട്ടുപോയ ഭാഗം. വില പട്ടിക താഴെ തന്നിട്ടുണ്ട്, പ്രൈസ് ലിസ്റ്റ്, ഓരോ ഇനവും അതിൻ്റെ വിലയും. ഐറ്റം നോക്കിയ മക്കളെ, പെൻസിൽ ഷാർപ്പനറിന് 1 രൂപയാണ് വില, എറേസറിന് 2 റുപ്പീസാണ്, പെൻസിലിന് 3 റുപ്പീസാണ്, സ്കെയിലിന് 12 റുപ്പീസാണ്, നോട്ട്ബുക്കിന് 15 റുപ്പീസ്, പെൻ 6 റുപ്പീസ്, ബ്രഷ് 7 റുപ്പീസ്, പെൻസിൽ ബോക്സ് 25 റുപ്പീസ്, സിസേഴ്സ് 30 റുപ്പീസ്. ബിൽ 1 നോക്കിയേ. ഐറ്റം പെൻസിൽ ബോക്സ്, 2 പെൻസിൽ ബോക്സ് ആണ് വാങ്ങിയത്. ഒരെണ്ണത്തിൻ്റെ വില എത്രയാണ്? 25 റുപ്പീസാണ്. സോ ടോട്ടൽ എങ്ങനെ കാണാം? 25 × 2 എത്രയാണ് മക്കളെ? 50 ആണ്, 50. ഓക്കെ. ദെൻ സ്കെയിൽ എത്ര എണ്ണമാണ് വാങ്ങിയത്? 4 സ്കെയിൽസ്, 12 റുപ്പീസാണ് ഒരു സ്കെയിലിൻ്റെ വില. അങ്ങനെ 4 എണ്ണം ആകുമ്പോഴോ 12 × 4 48 ആണ്. താഴെ ടോട്ടൽ കാണാൻ തന്നിട്ടുണ്ട്. ഈ 50യും 48ഉം കൂടി ആഡ് ചെയ്യുക. എത്രയാണ്? 98 റുപ്പീസ്. ബിൽ 1 കംപ്ലീറ്റ് ആയല്ലോ. ബിൽ 2 നോക്കിയ മക്കളെ, ടോട്ടൽ റുപ്പീസ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ദി ടോട്ടൽ ബിൽ ഈസ് 35 റുപ്പീസ്. ഓക്കെ. എന്തൊക്കെയാണ് അവർ വാങ്ങിയിരിക്കുന്നത്? 7 പെൻസിലും 2 ബ്രഷുമാണ് വാങ്ങിയിരിക്കുന്നത്. എ പെൻസിൽ കോസ്റ്റ് 3 റുപ്പീസ്, എ ബ്രഷ് കോസ്റ്റ് 7 റുപ്പീസ്. ഓക്കെ. ദെൻ ഇഫ് വി ബൈ 7 പെൻസിൽസ്, ദ ടോട്ടൽ കോസ്റ്റ് ഈസ് 7 × 3 എത്രയാണ്? 21 ആണ്. ഇഫ് വി ബൈ 2 ബ്രഷസ്, ദ ടോട്ടൽ കോസ്റ്റ് ഈസ് 2 × 7. 7 രൂപയുടെ 2 ബ്രഷുകളാണ്. സോ 7 × 2 എത്രയാണ് മക്കളെ? 14 ആണ്. അങ്ങനെയാണ് ടോട്ടൽ 35 റുപ്പീസ് ആയത്. നെക്സ്റ്റ് പേജ് ബിൽ 3 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ 90 റുപ്പീസ് ആയെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ദി ടോട്ടൽ ബിൽ ഈസ് 90 റുപ്പീസ്. എ നോട്ട്ബുക്ക് ഈസ് 15 റുപ്പീസ്. എ പെൻസിൽ ഈസ് 3 റുപ്പീസ്. നോട്ട്ബുക്കും പെൻസിലും അല്ലേ വാങ്ങിച്ചിട്ടുള്ളത്. എത്ര എണ്ണം വാങ്ങിയെന്ന് കൂടി നോക്കാം. 15 റുപ്പീസിൻ്റെ 4 നോട്ട്ബുക്സ് വാങ്ങുന്നു, 3 രൂപയുടെ 10 പെൻസിലുകളും വാങ്ങുന്നു. സോ 15 × 4 എത്രയാണ് മക്കളെ? 60 ആണ്. 60 റുപ്പീസ്. ഓക്കെ. ഇനി 3 രൂപയുടെ 10 പെൻസിൽസ് വാങ്ങിയാലോ? 3 × 10 30 ആണ്. ദെൻ 60 + 30 90 റുപ്പീസ് ആണ്. ഇനി ബിൽ 4 നോക്കാം. 3 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്, സ്കെയിലും പെൻസിലും എറേസറും. സ്കെയിലിന് ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് 12 റുപ്പീസാണ്, പെൻ 6 റുപ്പീസാണ്, എറേസർ 2 റുപ്പീസാണ്. ഇവിടെ ടോട്ടൽ ബിൽ തന്നിരിക്കുന്നത് 100 റുപ്പീസാണ്. ഓക്കെ. ഇഫ് യു ബൈ 5 സ്കെയിൽസ്, 5 × 12 എത്രയാണ് മക്കളെ? 60 റുപ്പീസാണ് അല്ലേ. 100ൽ നിന്ന് 60 റുപ്പീസ് മാറി. ഇനി ഒരു 40 റുപ്പീസാണ് ബാലൻസ് ഉള്ളത്. ടോട്ടൽ എമൗണ്ട് 100 അല്ലായിരുന്നു. ഓക്കെ. ഇഫ് യു ബൈ 5 പെൻസ്, 5 പേന നമ്മൾ വാങ്ങാൻ പോവുകയാണ്. 5 × 6 30 റുപ്പീസ് വരും. ബാലൻസ് എത്രയുണ്ട്? 40 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വീണ്ടും നമ്മൾ 30 എടുത്തു. ഇനി ഒരു 10 റുപ്പീസ് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ഇവിടെ വാങ്ങിയിരിക്കുന്നത് എറേസറാണ്. എത്ര എറേസർ വാങ്ങിക്കാൻ പറ്റും 10 റുപ്പീസിന്? ഒരു എറേസറിന് 2 രൂപയാണ്. അപ്പോൾ എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും? വി ക്യാൻ ബൈ 5 എറേസേഴ്സ് ഫോർ 10 റുപ്പീസ്. ദാറ്റ് ഈസ് 5 × 2 10 റുപ്പീസ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിയത്? 5 സ്കെയിൽസ്, 5 പെൻസ് ആൻഡ് 5 എറേസേഴ്സ്. നെക്സ്റ്റ് മക്കൾക്ക് ഇതേപോലെ ഒരു കുഞ്ഞ് ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. ജ്വാല ബോട്ട് 4 തിങ്സ് ഫോർ 100 റുപ്പീസ്. വാട്ട് ഓൾ തിങ്സ് ഡിഡ് ഷീ പോസിബിളി ബൈ? ഹൗ മെനി ഓഫ് ഈച്ച്? മേക്ക് എ ബിൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. അതായത് ജ്വാല 100 രൂപയ്ക്ക് 4 ഇനം സാധനങ്ങൾ വാങ്ങിയത് എന്തൊക്കെയാകാം, ഓരോന്നും എത്ര എണ്ണം വീതം വാങ്ങിയിട്ടുണ്ടാകാമെന്ന് ബില്ല് നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 100 റുപ്പീസിന് 4 സാധനങ്ങൾ വാങ്ങണം. സോ ഫസ്റ്റ് വൺ ഞാൻ ബോക്സ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 25 റുപ്പീസാണ്. സോ 25 × 1 25. നെക്സ്റ്റ് പെൻസിൽ ഷാർപ്പനർ വാങ്ങാൻ പറ്റും. 15 പെൻസിൽ ഷാർപ്പനർ വാങ്ങുകയാണെങ്കിൽ ഒരെണ്ണത്തിന് 1 രൂപ വെച്ച് 15 രൂപയാകും. 1 × 15 15. സിസേഴ്സ് ഒരെണ്ണം വാങ്ങാം. 30 രൂപയാണ് ഒരു സിസറിൻ്റെ വില. സോ 30 × 1 30. ലാസ്റ്റായിട്ട് നമുക്ക് പെൻ വാങ്ങാം. 5 പെന്നാണ് സെലക്ട് ചെയ്യാൻ കഴിയുക. ഒരു പെന്നിൻ്റെ വില 6 ആണ്. സോ 6 × 5 എത്രയാണ് മക്കളെ? 30 ആണ്. ദെൻ 25 + 15 + 30 + 30 എത്രയാണ്? 100. ഇതേപോലെ 100 രൂപ ബിൽ വരുന്ന 4 സാധനങ്ങൾ, മറ്റേതെങ്കിലും 4 സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ബില്ലെഴുതി തയ്യാറാക്കണേ മക്കൾ. ഇനി നമുക്കൊരു പസിൽ കോർണറാണ് തന്നിട്ടുള്ളത്, നോക്കാം. ആദീസ് മണി ബോക്സ്, ആദിയുടെ സമ്പാദ്യപ്പെട്ടി. ഓൺ ആദീസ് ബർത്ത്ഡേ ഗ്രാൻഡ് മദർ ഗേവ് ഹെർ 1 rupee ആൻഡ് ഷീ പുട്ട് ഇറ്റ് ഇൻ ഹെർ മണി ബോക്സ്. നെക്സ്റ്റ് ഡേ ഷീ ഗേവ് ഡബിൾ ഓഫ് ദിസ്. ഓൺ ദി തേർഡ് ഡേ ഷീ ഗേവ് ഡബിൾ ദി മണി ഷീ ഗേവ് ഓൺ ദി സെക്കൻഡ് ഡേ. If she continued like this, how much would Adi have in her money box after 7 days? മനസ്സിലായോ മക്കളെ?
ആദിയുടെ സമ്പാദ്യ പെട്ടിയെക്കുറിച്ചുള്ള ഒരു പസിലാണിത്. ആദിയുടെ ജന്മദിനത്തിൽ ബർത്ത്ഡേക്ക് മുത്തശ്ശി സമ്പാദ്യ പെട്ടിയിലേക്ക് 1 രൂപയാണ് കൊടുത്തത്. ആദ്യത്തെ ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് രണ്ടാമത്തെ ദിവസം കിട്ടുന്നത്. രണ്ടാം ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് മൂന്നാം ദിവസം കിട്ടുന്നത്. ഇങ്ങനെ തുടർന്ന് 7 ദിവസങ്ങൾ കഴിയുമ്പോൾ അവളുടെ സമ്പാദ്യ പെട്ടിയിൽ എത്ര രൂപയുണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഡേ എത്ര രൂപയാണ് മക്കളെ കൊടുത്തത്? 1 റുപ്പിയാണ് കൊടുത്തത്. ആദ്യത്തെ ദിവസം കിട്ടിയുടെ ഇരട്ടിയായിരിക്കും രണ്ടാം ദിവസം കിട്ടുന്നതെന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം കിട്ടിയത് 1 രൂപയാണ്. 1ൻ്റെ ഇരട്ടി എത്രയാണ് രണ്ടാം ദിവസം കിട്ടേണ്ടത്? 2 രൂപയാണല്ലേ. സെക്കൻഡ് ഡേ 1 ഇൻറ്റു 2 റുപ്പീസ്. തേർഡ് ഡേ ആകുമ്പോഴോ ഈ 2 എന്നുള്ളത് 2ൻ്റെ ഇരട്ടിയാകും. 2ൻ്റെ ഇരട്ടി എത്രയാണ്? തേർഡ് ഡേ വരുമ്പോൾ 2 ഇൻറ്റു 2 4 റുപ്പീസ് ആകും. ഫോർത്ത് ഡേ ആകുമ്പോൾ 4 ഇൻറ്റു 2 8 റുപ്പീസ് ആകും. ഫിഫ്ത്ത് ഡേ ആകുമ്പോൾ 8 ഇൻറ്റു 2 16 റുപ്പീസ് ആവും. സിക്സ്ത് ഡേ 16 ഇൻറ്റു 2 32 റുപ്പീസ്. സെവൻത് ഡേ 32 ഇൻറ്റു 2 32ൻ്റെ ഇരട്ടി കൊടുക്കുന്നു 64 രൂപയാകുന്നു. 64 റുപ്പീസ് ആകുന്നു. ഓക്കെ, നമുക്ക് കാണേണ്ടത് ടോട്ടൽ എമൗണ്ട് ആണ്. 7 ദിവസം കഴിയുമ്പോൾ 7 ദിവസം ഇതേ രീതിയിൽ മണി ബോക്സിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ എത്ര രൂപയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എമൗണ്ട് ഇൻ മണി ബോക്സ് ആഫ്റ്റർ 7 days ഈസ് 1 + 2 + 4 + 8 + 16 + 32 + 64 ആണ്. 127 റുപ്പീസ്. നെക്സ്റ്റ് പേജ് പെൻസിൽ ബോക്സ്. Minha put 5 pencils in a packet and 4 such packets in a box. Sold 6 such boxes to Nanma store and 4 boxes to Menma store. How many pencils did she sell in all? The price of a pencil is 5 rupees. How much money did Minha get? മിൻഹ 5 പെൻസിൽ വീതം ഒരു പാക്കറ്റിലാക്കി. അത്തരത്തിലുള്ള 4 പാക്കറ്റ് ഒരു പെട്ടിയിലാക്കി. നന്മ സ്റ്റോറിൽ 6 പെട്ടിയും മേന്മ സ്റ്റോറിൽ 4 പെട്ടിയും കൊടുത്തു. ആകെ എത്ര പെൻസിലാണ് മിൻഹ കൊടുത്തതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒരു പെൻസിലിന് 5 രൂപയാണ് വില. മിൻഹയ്ക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടിയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് പെൻസിൽസിൻ്റെ പാക്കറ്റ് എത്രയാണ് മക്കളെ? 1 പാക്കറ്റ് ഹാസ് 5 പെൻസിൽസ്. ഒരു പാക്കറ്റിൽ 5 പെൻസിലുകളാണ് ഉള്ളത്. ഓക്കെ. 1 ബോക്സ് ഹാസ് 4 പാക്കറ്റ്സ്. ഇത്തരത്തിൽ 5 പെൻസിലുകൾ അടങ്ങിയ ഒരു പാക്കറ്റ്. അങ്ങനെ 4 പാക്കറ്റുകളാണ് ഒരു ബോക്സിൽ വരുന്നത്. മനസ്സിലായല്ലോ. പ്രൈസ് ഈസ് 5 റുപ്പീസ് പെർ പെൻസിൽ. ഒരു പെൻസിലിൻ്റെ വില 5 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ 5 ഇൻറ്റു 4 വരും. എത്രയാണ് മക്കളെ? 20 ആണ്. 20. നമ്പർ ഓഫ് പെൻസിൽസിൻ്റെ ബോക്സ് എന്ന് പറയുന്നത് 20 ആണ്. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് പെൻസിൽസ് സോൾഡ് ടു നന്മ സ്റ്റോർ. നന്മ സ്റ്റോറിൽ മിൻഹ നൽകിയ പെൻസിലുകളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. നന്മ സ്റ്റോറിൽ 6 ബോക്സസ് ആണ് നൽകിയത്. ഒരു ബോക്സിൽ 20 പെൻസിലുകളുണ്ട്. സോ 6 ഇൻറ്റു 20 വരും. 120 ആണ് നമ്പർ ഓഫ് പെൻസിൽസ് സോൾഡ് ടു നന്മ സ്റ്റോർ വരുന്നത്. നെക്സ്റ്റ് വൺ നമ്പർ ഓഫ് പെൻസിൽസ് സോൾഡ് ടു മേന്മ സ്റ്റോർ. മേന്മ സ്റ്റോറിൽ എത്ര പെൻസിൽസ് കൊടുത്തെന്നാണ്. 4 ബോക്സസ് ആണ് മേന്മ സ്റ്റോറിൽ മിൻഹ കൊടുത്തത്. ഒരു ബോക്സിൽ 20 പെൻസിലുകളുണ്ട്. സോ 4 ഇൻറ്റു 20 80 വരും. ലാസ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ടത് എമൗണ്ട് മിൻഹ ഗോട്ട്. എത്ര രൂപ മിൻഹയ്ക്ക് കിട്ടിയെന്നാണ് ഇത്രയും പെൻസിലുകൾ വിറ്റപ്പോൾ. ഓക്കെ, നന്മ സ്റ്റോറിൽ 120 പെൻസിലുകളും മേന്മ സ്റ്റോറിൽ 80 പെൻസിലുകളുമാണ് വിറ്റത്. ടോട്ടൽ 200 പെൻസിലുകളാണ് മിൻഹ 2 സ്റ്റോറിലുമായിട്ട് വിറ്റത്. ഒരു പെൻസിലിൻ്റെ വിലയെന്ന് പറയുന്നത് 5 റുപ്പീസാണ്. സോ 200 ഇൻറ്റു 5 ആണ് നമ്മൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം. 1000 റുപ്പീസാണ്. ഏതൊക്കെ 2 രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാം മക്കളെ? 200 ഇൻറ്റു 5 കണ്ടെത്തിയാൽ 1000 ആണെന്ന് കിട്ടും. അത് മാത്രമല്ല 2 ഇൻറ്റു 5 ആണ് ഇനി ഈസി വേ ആയിട്ട് ചെയ്ത് നോക്കാൻ കഴിയുന്നത്. 10 ആണ് 2 ഇൻറ്റു 5. റിമൈനിങ് ആയിട്ടുള്ള 2 സീറോസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 1000 കിട്ടുന്നു. നെക്സ്റ്റ് നോക്കി മക്കളെ, ഒരു പസിൽ കോർണറാണേ. മിൻഹ ഹാസ് സം പെൻസിൽ ഇൻ ഈച്ച് ഹാൻഡ്. If one pencil is shifted from the left hand to the right, the number of pencils in it would be double the number of pencils on the left hand. If one pencil is shifted from the right hand to the left, the number of pencils in both hands would be equal. How many pencils does she have in each hand? മനസ്സിലായോ? മിൻഹയുടെ 2 കൈയിലും പെൻസിൽ വെച്ചിട്ടുണ്ട്. ഇടത് കൈയിൽ നിന്നും ഒരു പെൻസിൽ എടുത്ത് വലത് കൈയിൽ വെച്ചപ്പോൾ അതിലെ എണ്ണം ഇടത് കൈയിലെ എണ്ണത്തിൻ്റെ ഇരട്ടിയായി. വലതു കൈയിലെ ഒരു പെൻസിൽ എടുത്ത് ഇടത് കൈയിൽ വെച്ചപ്പോഴോ 2 കൈകളിലെയും പെൻസിലിൻ്റെ എണ്ണം തുല്യമായി. മിൻഹയുടെ ഓരോ കൈയിലും എത്ര പെൻസിൽ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
മക്കളെ ഇതിൻ്റെ ആൻസർ 5 പെൻസിൽസ് ഇൻ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് 7 പെൻസിൽസ് ഇൻ റൈറ്റ് ഹാൻഡ് ആണ്. ഇടത് കയ്യിൽ 5 പെൻസിലുകളും വലത് കയ്യിൽ 7 പെൻസിലുകളും. എങ്ങനെയാണെന്നോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡിൽ ഉണ്ടായിരുന്ന പെൻസിൽസിൽ നിന്നും ഒരെണ്ണം മാറ്റുമ്പോൾ റൈറ്റ് ഹാൻഡിൽ 8 പെൻസിലുകളാകുമെന്നാണ്. അതായത് ഇരട്ടിയാകുമെന്നാണ്. ലെഫ്റ്റ് ഹാൻഡിൽ ഉണ്ടാകുന്നതിൻ്റെ ഇരട്ടി. 5 എണ്ണം ഉണ്ടായിരുന്ന ലെഫ്റ്റ് ഹാൻഡിൽ നിന്നും ഒരെണ്ണം മാറ്റുമ്പോൾ അവിടെ 4 എണ്ണമാകുന്നു. 4 എണ്ണത്തിൻ്റെ ഇരട്ടി എത്രയാണ്? 4ൻ്റെ ഇരട്ടി 8 ആണ്. 4 × 2 8 ആയി. ഓക്കെ, ഇനി പറഞ്ഞിട്ടുള്ളത് വലതുവശത്തെ കാര്യമാണ്. വലതുവശത്ത് 7 പെൻസിലുകൾ ഉള്ളപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് എത്ര എണ്ണമാണ് മാറ്റുന്നത് ഇടത് ഹാൻഡിലേക്ക്? ഒരെണ്ണം മാറ്റുമ്പോൾ 2 കൈകളിലെയും പെൻസിലുകളുടെ എണ്ണം തുല്യമാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 7 പെൻസിലുകളുള്ള റൈറ്റ് ഹാൻഡിൽ നിന്നും 5 പെൻസിലുകളുള്ള ലെഫ്റ്റ് ഹാൻഡിലേക്ക് ഒരു പെൻസിൽ മാറ്റുന്നു. 2 ഹാൻഡിലെയും പെൻസിലുകളുടെ എണ്ണം തുല്യമാകുന്നു. നെക്സ്റ്റ് പേജ്, മിഡ് ഡേ മീൽ സ്കീം. സ്കൂൾ ഉച്ച ഭക്ഷണ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ആക്ടിവിറ്റിയാണ് മക്കളെ. വായിച്ചു നോക്കാം. ശ്യാമള ചേച്ചി കുക്സ് ഫുഡ് ഇൻ Animala School. She is paid 600 rupees per day as wages. She worked 20 days in June. How much amount did she get? Animala സ്കൂളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നത് ശ്യാമള ചേച്ചിയാണ്. ഒരു ദിവസം 600 രൂപയാണ് ആ ചേച്ചിക്ക് കൂലി കിട്ടുന്നത്. ജൂൺ മാസം 20 ദിവസം ഭക്ഷണം പാകം ചെയ്തു. എത്ര രൂപ കൂലി കിട്ടി? സോ ആദ്യം നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടേണ്ടത് ജൂൺ വേജസ് എത്രയാണെന്നുള്ളതാണ്. ജൂണിൽ കിട്ടിയ സാലറി എത്രയാണെന്നുള്ളതാണ്. ഷീ വർക്ക്ഡ് ഫോർ 20 ഡേയ്സ് ഇൻ ജൂൺ. 20 ദിവസം ജൂണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസത്തെ വേജസ് എന്ന് പറയുന്നത് 600 റുപ്പീസ് ആണ്. സോ 600 × 20 എന്നുള്ളതാണ് സ്മാർട്ടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനൊരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വേ നമ്മൾ പഠിച്ചില്ലേ? എന്ത് ചെയ്യണം? ജസ്റ്റ് മൾട്ടിപ്ലൈ ദി ബിഗ് നമ്പേഴ്സ് രണ്ടും കൂടി നമുക്ക് ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 6 × 2 എത്രയാണ്? 12 ആണ്. ഇനി നമ്മൾ മാറ്റി നിർത്തിയ ഹോൾഡ് ചെയ്ത് വെച്ച 3 പൂജ്യങ്ങളില്ലേ, ആ പൂജ്യങ്ങൾ കൂടി സീറോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 12ൻ്റെ കൂടെ എത്ര കിട്ടും? അപ്പോൾ 12,000 കിട്ടും. 12,000 റുപ്പീസാണ് ജൂൺ വേജസ്. ഇനി ചോദിച്ചിരിക്കുന്നത് ഇൻ ജൂലൈ ഷീ വർക്ക്ഡ് ഫോർ 22 ഡേയ്സ്. ഹൗ മച്ച് എമൗണ്ട് ഡിഡ് ഷീ ഗെറ്റ്? ജൂലൈയിൽ 22 ദിവസമാണ് ജോലി ചെയ്തത്. എത്ര രൂപ ശ്യാമള ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട്? ജൂണിൽ 20 ഡേയ്സ് ആണ് ജോലി ചെയ്തത്. ജൂലൈയിലേക്ക് വരുമ്പോൾ 2 ഡേയ്സ് കൂടി എക്സ്ട്രാ ജോലി ചെയ്തു. 22 ഡേയ്സ് ആണ്. സോ 20 ഡേയ്സിൽ നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 12,000 ആണ്. ഇനി ജസ്റ്റ് നമുക്ക് ഈ 2 ദിവസത്തെ വേജസ് കൂടി അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. അതായത് 1 ഡേ വേജസ് എന്ന് പറയുന്നത് 600 ആണ്. 600 × 2 നോക്കുക, എത്രയാണ്? 1,200 ആണ്. 1,200. സോ മക്കളെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു 20 ഡേയ്സിൻ്റെ വേജസ് എന്ന് പറയുന്നത് 12,000 ആണ്. ആ 12,000ൻ്റെ കൂടെ ഈ 1,200 കൂടി ആഡ് ചെയ്യുക. എത്രയാണ് കിട്ടുന്നത്? 13,200. 13,200 രൂപയാണ് ജൂലൈ മാസത്തെ ശ്യാമള ചേച്ചിയുടെ വേജസ്. നെക്സ്റ്റ് ആക്ടിവിറ്റി തന്നിരിക്കുന്നത് 100, 200, 300 എന്നീ സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടിപ്ലൈയിങ് ബൈ 100, 200 ആൻഡ് 300. സിമ്പിൾ അല്ലേ? വേഗം നോക്കാം. 1 × 100 100 ആണ്. 2 × 100 200 ആണ്. 3 × 100 300. 5 × 100 500. 8 × 100 800. 10 × 100 1000. 12 × 100 1,200. 15 × 100 1,500. 18 × 100 1,800. 20 × 100 2,000 and 100 × 100 10,000. നെക്സ്റ്റ് വൺ 200ൻ്റെ ആണ്. 1 × 200 200 ആണ്. 2 × 200 400. 3 × 200 600 ആണ്. 5 × 200 1,000 ആണ്. 8 × 200 1,600 ആണ്. 10 × 200 2,000 ആണ്. 12 × 200 2,400 ആണ്. 15 × 200 3,000 ആണ്. 18 × 200 3,600 ആണ്. 20 × 200 4,000 ആണ്. ലാസ്റ്റ് വൺ 100 × 200 20,000 ആണ്. നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ മൾട്ടിപ്ലൈയിങ് ബൈ 300 ആണ്. 1 × 300 300 ആണ്. 2 × 300 വരുമ്പോൾ 600 ആവുന്നു. 3 × 300 ആവുമ്പോൾ 900 ആവുന്നു. 5 × 300 ആവുമ്പോൾ 1,500 ആവുന്നു. 8 × 300 വരുമ്പോൾ 2,400 ആവുന്നു. 10 × 300 മക്കളെ 3,000 ആണ്. 12 × 300 3,600 ആണ്. 15 × 300 4,500 ആണ്. 18 × 300 5,400 ആണ്.
20 ഇൻറ്റു 300 6000 ആണ്. ലാസ്റ്റ് വൺ 100 ഇൻറ്റു 300 നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 30,000 ആണ്, 30,000. ഒരു ചെറിയ ചോദ്യം കൂടി മക്കളോട് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദ ഈസി വേ ടു മൾട്ടിപ്ലൈ ബൈ 100, 200 ആൻഡ് 300 ഇൻ യുവർ നോട്ട്ബുക്ക്. 100, 200, 300 എന്നീ സംഖ്യകളെയൊക്കെ ഗുണിക്കാനുള്ള എളുപ്പ വഴി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ എഴുതാം ഈസി വേ എന്താണെന്ന്? ടു മൾട്ടിപ്ലൈ എ നമ്പർ ബൈ 100, 200, 300, 400 എക്സെട്ര. ഫസ്റ്റ് മൾട്ടിപ്ലൈ ദി നമ്പേഴ്സ് ടുഗദർ ബൈ ഇഗ്നോറിങ് സീറോസ്. ദെൻ ആഡ് ദാറ്റ് സീറോസ് ടു ദി ഫൈനൽ ആൻസർ. അതായത് ആദ്യം തന്നിരിക്കുന്ന സംഖ്യകൾ മാത്രം ഗുണിക്കുക, തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, സീറോസ് ഇഗ്നോർ ചെയ്യണം. അതിനുശേഷം കിട്ടുന്ന ഫൈനൽ ആൻസറിൻ്റെ കൂടെ നമ്മൾ ഈ മാറ്റി നിർത്തിയ സീറോസിനെ കൂടി ആഡ് ചെയ്യുക. അതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള വഴി. ഓക്കെ, നെക്സ്റ്റ് പേജ് സ്റ്റഡി ട്രിപ്പ്. പഠനയാത്രയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് മക്കളെ. 40 ചിൽഡ്രൻ ഓഫ് ക്ലാസ് 4, 3 ടീച്ചേഴ്സ് ആൻഡ് 2 പാരൻസ് വെൻറ്റ് ടു ഗെയിം സിറ്റി. Tickets are 100 rupees for adults and 50 rupees for children. How much should they pay? മനസ്സിലായല്ലോ. 4ാം ക്ലാസ്സിലെ 40 കുട്ടികളും 3 ടീച്ചേഴ്സും 2 രക്ഷിതാക്കളും കൂടി ഗെയിം സിറ്റി കാണാൻ പോയി. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റിൻ്റെ വില. ആകെ എത്ര രൂപ കൊടുക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 40 ആണ് അല്ലേ, 40 കുട്ടികളാണുള്ളത്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് അഡൾട്ട്സോ മക്കളെ? 3 ടീച്ചേഴ്സ് പ്ലസ് 2 പാരൻസ് കൂടിയുണ്ട്. സോ 5 ആണ് അഡൾട്ട്സിൻ്റെ നമ്പർ. ഇനി നമുക്ക് കാണേണ്ടത് ദി കോസ്റ്റ് ഓഫ് ടിക്കറ്റ് ഫോർ അഡൾട്ട്സ് ആണ്. മുതിർന്നവർക്ക് ടിക്കറ്റിന് എത്ര രൂപയായി എന്ന് ആദ്യം കാണാം. 5 അഡൾട്ട്സ് അല്ലേ ഉള്ളത്. സോ ഇൻറ്റു 100 റുപ്പീസ് ഈച്ച്. 100 റുപ്പീസ് ആണ് അഡൾട്ട്സിൻ്റെ ടിക്കറ്റ് ഫീ എന്ന് പറയുന്നത്. സോ 5 ഇൻറ്റു 100 എത്രയാണ്? 500 ആണ്. ദെൻ ടോട്ടൽ കോസ്റ്റ് ഓഫ് അഡൾട്ട്സ് ടിക്കറ്റ് ഈസ് 500 റുപ്പീസ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ദി കോസ്റ്റ് ഓഫ് ടിക്കറ്റ് ഫോർ ചിൽഡ്രൻ ആണ്. 40 ചിൽഡ്രൻ ആണുള്ളത്. ഓരോ കുട്ടിക്കും 50 രൂപ വെച്ചാണ് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത്. സോ 40 ഇൻറ്റു 50 ആണ് നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത് മാത്ത് പ്രോബ്ലം. ഇതിൽ നമുക്കൊരു സ്മാർട്ട് ട്രിക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്ലൈ ദി ബിഗ് നമ്പേഴ്സ്. 4 ഇൻറ്റു 5 ചെയ്ത് നോക്കിയാൽ പോരെ. എത്ര കിട്ടും? 4 ഇൻറ്റു 5 20 കിട്ടും. ദെൻ ആഡ് ദി 2 സീറോസ് ഫ്രം ദി 40 ആൻഡ് 50. ഈ 40ലെയും 50ലെയും ഓരോ സീറോസും കൂടി ഈ 20ക്കൊപ്പം ആഡ് ചെയ്യുന്നു. 2000 ആണ്. അതായത് 40 ഇൻറ്റു 50 2000 ആണ്. സോ ചിൽഡ്രൻസ് ടിക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. 2000 റുപ്പീസ് ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് ഷുഡ് ദേ പേ എന്നാണ്. ഫോർ ഓൾ, എല്ലാവർക്കും കൂടി എത്ര രൂപ പേ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻഡ് ദ ടോട്ടൽ ട്രിപ്പ് കോസ്റ്റ്. ആഡ് ദി 2 ടിക്കറ്റ് കോസ്റ്റ്. 2 ടിക്കറ്റിൻ്റെയും കൂടി വില ആഡ് ചെയ്താൽ മതി. 500ഉം 2000ഉം എത്രയാണ്? 2500 ആണ്. 500 പ്ലസ് 2000 ആൻഡ് 500 റുപ്പീസ് ആണ് വരുന്നത്. സോ ദേ ഷുഡ് പേ 2000 ആൻഡ് 500 റുപ്പീസ് ഇൻ ടോട്ടൽ ഫോർ ദ ടിക്കറ്റ്സ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദി പ്രോഡക്ട്സ്. റൈറ്റ് വാട്ട് യു ഫൗണ്ട്. ഗുണനഫലത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ അതെന്താണെന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയ മക്കളെ. 1 ഇൻറ്റു 96 96, 2 ഇൻറ്റു 48 96, 4 ഇൻറ്റു 24 96, 8 ഇൻറ്റു 12 96 ആണ്. 16 ഇൻറ്റു 6ഉം 96 ആണ്. ആൻഡ് 32 ഇൻറ്റു 3യും 96 ആണ്. വോട്ട് ഐ ഫൗണ്ട് ഔട്ട് എന്നുള്ളിടത്ത് നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയതെന്ന് എഴുതണം. ഓൾ ദ പ്രൊഡക്ട്സ് റിസൾട്ട് ഇൻ ദ സെയിം ആൻസർ. എല്ലാ റിസൾട്ടും ഒരേ ആൻസർ ആണല്ലേ. ഗുണനഫലത്തിൻ്റെ എല്ലാം തുക സെയിം ആണ്. വി ക്യാൻ യൂസ് ദ സ്പ്ലിറ്റിംഗ് ട്രിക്ക് വി ലേൺഡ് ഹിയർ ആസ് വെൽ. ഈ ചാപ്റ്ററിൽ ഇത്രയും നേരം നമ്മൾ ഒരുപാട് സ്പ്ലിറ്റിംഗ് ട്രിക്ക് പഠിച്ചില്ലേ? ആ സ്പ്ലിറ്റിംഗ് ട്രിക്ക് നമുക്കിവിടെ യൂസ് ചെയ്യാം കേട്ടോ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഇൻറ്റു 48 96 ആണെന്ന് പറഞ്ഞു. ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 2 ഇൻറ്റു 40 80 ആയിട്ടും 2 ഇൻറ്റു 8 16 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. ദെൻ ഈ 80 പ്ലസ് 16 ആഡ് ചെയ്യുന്നു. എത്രയാണ്? 96 ആണ് വരുന്നത്. നമുക്ക് സ്പെഷ്യാലിറ്റി ഇതിൽ ഫൗണ്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. ദി ആൻസർ ഡസ് നോട്ട് ചേഞ്ച് ഈവൻ ഇഫ് വി സ്പ്ലിറ്റ് വൺ നമ്പർ ഇൻറ്റു 2 ആൻഡ് മൾട്ടിപ്ലൈ ദി നമ്പർ ഇൻറ്റു മെനി പാർട്സ്. ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഈ നമ്പേഴ്സിനെ പല ഭാഗങ്ങളാക്കി മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടുന്ന നമ്പേഴ്സ് സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജ് വോൾ കൺസ്ട്രക്ഷൻ. മതിൽ നിർമ്മാണം. സി ഹൗ ബ്രിക്സ് ഫോർ കൺസ്ട്രക്ടിങ് എ wall are stacked on the ground. 3 rows with 5 bricks in each layer and there are 4 such layers. How many bricks in all?
മനസ്സിലായല്ലോ മക്കളെ. മതിൽ കെട്ടാൻ മൈതാനത്ത് കല്ലടുക്കി വെച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. കണ്ടില്ലേ? ഒരു വരിയിൽ 5 കല്ല് വീതം 3 വരികളാണുള്ളത്. ഇതുപോലെ 4 അടുക്ക് കല്ലുകളുണ്ട്. ആകെ എത്ര കല്ലുകളുണ്ട് എങ്കിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിങ്ങനെ എഴുതാം. നമ്പർ ഓഫ് ബ്രിക്സ് ഇൻ എ ലെയർ 5. ഒരു ലെയറിലുള്ള ബ്രിക്സിൻ്റെ എണ്ണം 5 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് ഇൻ 3 റോസ് 5 × 3 15 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബ്രിക്സ് ഇൻ 4 സച്ച് ലെയേഴ്സ്. ഇതേപോലെയുള്ള 4 ലെയറുകൾ വരികയാണെങ്കിൽ 15 × 4 ആണ് ചെയ്യേണ്ട മാത്ത് പ്രോബ്ലം. അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതാം മക്കളെ? 10 × 4 + 5 × 4 എന്ന് എഴുതാം. 10 × 4 40 ആണ്. 5 × 4 20 ആണ്. സോ 40 + 20 60 ആണ്. ടോട്ടൽ ബ്രിക്സ് എന്ന് പറയുന്നത് 60 ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ്. അക്കങ്ങളുടെ ഗുണനഫലം. ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ഓഫ് ഓൾ ദി ഡിജിറ്റ്സ് ഓഫ് ദി നമ്പർ 123. 123 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുണിച്ച് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1 × 2 × 3 = 6 ആണ് വരുന്നത്. വാട്ട് അബൌട്ട് ദി പ്രൊഡക്റ്റ് ഓഫ് ദി ഡിജിറ്റ്സ് ഓഫ് 121? 1 × 2 × 1 എത്രയാണ്? 2 ആണ് കിട്ടുന്നത്. ക്യാൻ യു ഫൈൻഡ് 3 ഡിജിറ്റ്സ് നമ്പേഴ്സ് വിത്ത് പ്രൊഡക്റ്റ് ഓഫ് ദി ഡിജിറ്റ്സ് 2, 3, 5 ആൻഡ് 7? അതായത് ഈ രീതിയിൽ അക്കങ്ങളുടെ ഗുണനഫലം 2, 3, 5, 7 എന്നിവ വരുന്ന 3 അക്ക സംഖ്യകൾ എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് പ്രൊഡക്റ്റ് 2 വരുന്നത് എഴുതി നോക്കാം. 112നെ 1 × 1 × 2 2 ആണ് പ്രൊഡക്റ്റ് വരുന്നത്. 121നെ 1 × 2 × 1 എന്ന് എഴുതാം. 211നെ 2 × 1 × 1 എന്ന് എഴുതാം. പ്രൊഡക്റ്റ് എല്ലാം 2 ആയിരിക്കും. ഡിജിറ്റ്സിൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്ട്സ്. ഓക്കെ, ഇനി പ്രൊഡക്റ്റ് 3 ആയിട്ട് വരുന്ന സംഖ്യകൾ എഴുതി നോക്കാം. 113 എഴുതുവാണെങ്കിൽ 1 × 1 × 3 എഴുതാം. 3 കിട്ടും. 131 ആകുമ്പോൾ 1 × 3 × 1 വരും. 3 ആണ്. 311 ആണെങ്കിൽ 3 × 1 × 1 ആണ്. 3 ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് 5 പ്രൊഡക്റ്റായിട്ട് വരുന്ന നമ്പേഴ്സ് എഴുതുകയാണെങ്കിൽ 115 എഴുതാം. 1 × 1 × 5 ആണ്. 151 എഴുതുമ്പോൾ 1 × 5 × 1. 511 എഴുതുമ്പോൾ 5 × 1 × 1. ലാസ്റ്റ് 1 ചോദിച്ചിരിക്കുന്നത് 7 ആണ്. 117 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 1 × 1 × 7 എന്ന് എഴുതാം. പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 7 ആണ്. 171 എഴുതുകയാണെങ്കിൽ 1 × 7 × 1 എന്ന് എഴുതാം. 7 ആണ് പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ്. 711 എഴുതുമ്പോഴും പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് 7 ആണ് വരുന്നത്. 7 × 1 × 1 എന്നാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 119. ടു ദി ബാങ്ക്. ബാങ്കിലേക്ക്. മിത്രാസ് മദർ വെൻറ്റ് ടു ദി ബാങ്ക് ടു വിത്ഡ്രോ സം മണി. ഷീ ഗോട്ട് 3 bundles ഓഫ് 50 rupee നോട്ട്സ് ഈച്ച് വിത്ത് 100 നോട്ട്സ്. ഹൗ മച്ച് മണി ഇൻ ഓൾ? മിത്രയുടെ അമ്മ പണം എടുക്കാൻ ബാങ്കിലെത്തി. 50 രൂപയുടെ 3 കെട്ട് നോട്ടാണ് കിട്ടിയത്. ഓരോ കെട്ടിലും 100 നോട്ടുകൾ വീതമുണ്ടെങ്കിൽ ആകെ എത്ര രൂപയുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിത് 2 രീതിയിൽ കണ്ടെത്താമേ. ഫസ്റ്റ് വൺ നമുക്ക് ചെയ്ത് നോക്കാം മക്കളെ. വാല്യൂ ഓഫ് 1 ബണ്ടിൽ കാണുക. 100 × 50. അതായത് 50 രൂപയുടെ 3 കെട്ട് നോട്ടാണ് കയ്യിലുള്ളത്. ഒരു കെട്ടിൽ 100 നോട്ടുകളാണ് ഉള്ളത്. സോ 100 × 50 ചെയ്യുക. 5000 റുപ്പീസ് ഉണ്ട്. നെക്സ്റ്റ് കാണേണ്ടത് ടോട്ടൽ വാല്യൂ ഓഫ് 3 ബണ്ടിൽസ് ആണ്. 3 ബണ്ടിൽസിൻ്റെയും കൂടി വാല്യൂ കാണുകയാണെങ്കിൽ 3 × 5000 റുപ്പീസ്. 5000 റുപ്പീസ് വെച്ച് 3 ബണ്ടിലുകൾ എത്രയാണ്? 15,000 റുപ്പീസ് ഉണ്ട്. 10,000 രൂപയുണ്ട്. ഇനി ഒരു സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്നത് ടോട്ടൽ നോട്ട്സ് കാണുക. 3 × 100 300 നോട്ട്സ് ഉണ്ട്. ടോട്ടൽ മണി കാണാനായിട്ട് ഈ 300നെ 50 കൊണ്ട്, 50 രൂപയുടെ നോട്ടല്ലേ, 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ് ആൻസർ? 15,000 റുപ്പീസ്. 15,000 രൂപ. നെക്സ്റ്റ് ആക്ടിവിറ്റി മാത്ത് മാഗസീൻ. ഗണിത മാഗസീൻ. സീ ദി നമ്പർ പാറ്റേൺ ശ്രവ്യ മേഡ് ഫോർ ദി മാത്ത് മാഗസീൻ. വാട്ട് ആർ ദെയർ സ്പെഷ്യാലിറ്റീസ്? ഗണിത മാഗസിനിലേക്ക് ശ്രവ്യ എന്ന കുട്ടി തയ്യാറാക്കിയ സംഖ്യാ പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് മക്കളോട് ചോദിച്ചിട്ടുള്ളത്. പാറ്റേൺ നോക്കിയേ മക്കളെ. 1 = 1 × 1. 1 + 3 = 4 = 2 × 2. 1 + 3 + 5 = 9 = 3 × 3 ആണ്. 1 + 3 + 5 + 7 = 16 ആണ് കിട്ടുന്നത്. അത് എന്തിന് ഈക്വലാണ്? 4 × 4ന് ഈക്വൽ ആണ്. റൈറ്റ് ദ നെക്സ്റ്റ് 4 ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ സാധ്യതയുള്ള വരുന്ന 4 ലൈൻസ് കൂടി നമ്മൾ എഴുതണം. ഈ ഒരു പാറ്റേണിൻ്റെ പ്രത്യേകത എന്താണ്? ആഡിങ് ഓഡ് നമ്പേഴ്സ് ആണല്ലേ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി മക്കൾക്ക് മനസ്സിലായോ? When adding the first odd numbers, the answer is the multiplication of the number of terms added by itself.
അതായത് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ പ്ലസ് ചെയ്യുന്ന ഓഡ് നമ്പേഴ്സിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഭാഗത്ത് ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ആൻസറിനോട് തുല്യമായിരിക്കും അല്ലേ. നമുക്കിനി നെക്സ്റ്റ് 4 ലൈൻസ് എഴുതി നോക്കാം മക്കളെ. ഫസ്റ്റ് വൺ 1 + 3 + 5 + 7 + 9 25 ആണ്. 5 ഇൻറ്റു 5നോട് ഈക്വൽ ആണ്. നെക്സ്റ്റ് വൺ 1 + 3 + 5 + 7 + 9 + 11 36 ആണ്. 6 ഇൻറ്റു 6നോട് ഈക്വൽ ആണ്. നെക്സ്റ്റ് വൺ 1 + 3 + 5 + 7 + 9 + 11 + 13 49 ആണ് ആൻസർ. 7 ഇൻറ്റു 7നോട് ഈക്വൽ ആണ്. ലാസ്റ്റ് വൺ ഫോർത്ത് ലൈൻ 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 64 ആണ്. 8 ഇൻറ്റു 8നോട് ഈക്വൽ ആണ്. താഴെ ചോദിച്ചിരിക്കുന്നത് നൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദിസ്, ഇനി ഇവ കൂടി കണക്കാക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1 + 3 + 5 + 7 + 19 വരെ തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് 10 ഇൻറ്റു 10 എന്ന് എഴുതിക്കൂടെ? എത്രയാണ്? 100 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ 1 + 3 + 5 + 7 + അങ്ങനെ പോയി 99 വരെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിഗ്ഗർ കാൽക്കുലേഷൻ ആണല്ലേ. എത്ര കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് 50 ഇൻറ്റു 50 ആയിട്ട് കണക്കാക്കാം. 2500 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് പാറ്റേൺ ബി നോക്കാം. 2നെ സ്പ്ലിറ്റ് ചെയ്ത് 1 ഇൻറ്റു 2 എന്ന് എഴുതിയിട്ടുണ്ട്. 2 തന്നെയാണ്. നെക്സ്റ്റ് 2 + 4 എത്രയാണ്? 6 ആണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അതിനോട് ഈക്വൽ ആണ് 6. നെക്സ്റ്റ് വൺ 2 + 4 + 6 12 ആണ്. 3 ഇൻറ്റു 4നോട് ഈക്വൽ ആണ്. 2 + 4 + 6 + 8 20 ആണ്. 4 ഇൻറ്റു 5നോട് ഈക്വൽ ആണ്. എന്താണ് മക്കളെ ഈ പാറ്റേണിൻ്റെ പ്രത്യേകത? തൊട്ട് മുന്നേ ഉള്ള പാറ്റേണിൽ നമ്മൾ ഓഡ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തതെങ്കിൽ ഇത് ഈവൻ നമ്പേഴ്സ് ആണല്ലേ. ആഡിങ് ഈവൻ നമ്പേഴ്സ് ആണ്. ഫസ്റ്റ് ലൈൻ നമുക്ക് എഴുതി നോക്കാം. 2 + 4 + 6 + 8 + 10 വരും. 8 വരെയാണ് തൊട്ട് മുന്നേ ഉള്ളത്. 10 കൂടി ആഡ് ചെയ്യുന്നു. 8 വന്നപ്പോൾ 20 വന്നു. 10 കൂടി ആഡ് ആയപ്പോഴോ 10 കൂടെ കൂടി 30 ആയി. 5 ഇൻറ്റു 6നോട് ഈക്വൽ ആണ്. 5 ഇൻറ്റു 6 അല്ലേ 30. നെക്സ്റ്റ് ലൈൻ 2 + 4 + 6 + 8 + 10 + 12 കൂടി ആഡ് ചെയ്യുന്നു. 42 കിട്ടും. 6 ഇൻറ്റു 7നോട് ഈക്വൽ ആണ്. നെക്സ്റ്റ് ലൈൻ 2 + 4 + 6 + 8 + 10 + 12 + 14 കൂടി വന്നു. സോ 56 ആണ് ആൻസർ വരുന്നത്. 7 ഇൻറ്റു 8നോട് ഈക്വൽ ആണ്. ഫോർത്ത് ലൈൻ ലാസ്റ്റ് ലൈൻ 2 + 4 + 6 + 8 + 10 + 12 + 14 + 16 കൂടി ആഡ് ആയപ്പോൾ അതായത് 56ൻ്റെ കൂടെ ഒരു 16 കൂടി ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 72 ആണ്. 8 ഇൻറ്റു 9നോട് ഈക്വൽ ആണ്. ഇനി തന്നിരിക്കുന്നത് നൗ യു ക്യാൻ കാൽക്കുലേറ്റ് ദീസ്, ഇത് കൂടി ഒന്ന് കണക്കാക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബിഗ്ഗർ കാൽക്കുലേഷൻ ആണ്. അതായത് 2 + 4 + 6 + 8 അങ്ങനെ പോയി 20 വരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 10 ഇൻറ്റു 11 ആണ്. 110 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ 2 + 4 + 6 + 8 അങ്ങനെ പോയി 100 വരെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുമെന്നാണ്. 50 ഇൻറ്റു 51 വരും. 2550 ആണ് ആൻസർ. ഇനി നമുക്ക് പേജ് നമ്പർ 120 കൊടുത്തിട്ടുള്ള ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് നോക്കാമേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ. എ വോൾ ഈസ് ബീയിങ് ബിൽറ്റ് അറൗണ്ട് ആനിമല സ്കൂൾ. 3 masons and 2 helpers finished the job in 8 days. Each mason was paid 1000 rupees and each helper 800 rupees per day. How much money was paid in all? മനസ്സിലായോ? ആനിമൽ സ്കൂളിന് ചുറ്റുമതിൽ കെട്ടുന്ന ജോലികൾ നടക്കുകയാണ്. അപ്പോൾ അവിടെ 3 കൽപ്പണിക്കാരും 2 സഹായികളും ചേർന്ന് 8 ദിവസം കൊണ്ട് മതിൽ കെട്ടി. കൽപ്പണിക്കാരന് ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് എത്രയാണ്? 1000 രൂപയാണ്. സഹായിക്ക് 800 രൂപയുമാണ്. അങ്ങനെയെങ്കിൽ മതിൽ കെട്ടാൻ ആകെ എത്ര രൂപയാണ് കൂലി ഇനത്തിൽ കൊടുത്തതെന്നാണ് ചോദിക്കുന്നത്. നമുക്കിതിൻ്റെ ആൻസർ എഴുതാം. വേജ് ഓഫ് മേസൺ ഇൻ 1 day 1000 rupees ആണ്. വേജസ് ഓഫ് 3 masons ഇൻ 1 day 1000 ഇൻറ്റു 3 ആണ്. 3000 rupees വരും. നെക്സ്റ്റ് എഴുതേണ്ടത് വേജ് ഓഫ് ഹെൽപ്പർ ഇൻ 1 day 800 rupees ആണ്. വേജ് ഓഫ് 2 helpers ഇൻ 1 day 800 ഇൻറ്റു 2 ചെയ്ത് നോക്കണം. 1600 rupees ആണ്. 1600 രൂപ. ഇനി നമുക്ക് ടോട്ടൽ വേജസ് ഇൻ 1 day കാണണം. 3000 + 1600 എത്രയാണ് മക്കളെ? 4600 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേജസ് പെയ്ഡ് ടു ബിൽഡ് ദ വോൾ ഇൻ 8 days 8 ദിവസത്തെ കൂലി എത്രയാണെന്ന് കണക്കാക്കാനായിട്ട് ഈ 4600നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 36,800 rupees ആണ് വരുന്നത്. 36,800 രൂപയാണ് 8 ദിവസത്തെ കൂലി. രണ്ടാമത്തെ ചോദ്യം. ദി പ്രൈസ് ഓഫ് 6 pence ഈസ് 50 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 15 such pence?
6 പേനകളുടെ വില 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇതേപോലെയുള്ള 15 പേനകൾക്ക് എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ എഴുതാം. പ്രൈസ് ഓഫ് 6 പെൻസ് 50 റുപ്പീസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. പ്രൈസ് ഓഫ് 3 പെൻസ് എഴുതാം. അതായത് 6 പെൻസിൻ്റെ നേരെ പകുതി, 50ൻ്റെ നേരെ പകുതി വരും. 25 റുപ്പീസ് ആകും 3 പെൻസ് വാങ്ങണമെങ്കിൽ. നമുക്ക് കണ്ടെത്തേണ്ടത് 15 പെൻസിൻ്റെ പ്രൈസാണ്. സോ പ്രൈസ് ഓഫ് 15 പെൻസ് ഈക്വൽസ് 5 ഇൻറ്റു പ്രൈസ് ഓഫ് 3 പെൻസ് നോക്കണം. അതായത് 5 ഇൻറ്റു 25 നോക്കിയാൽ മതി. ദി ആൻസർ ഈസ് 125. സോ 15 പേനകൾ വാങ്ങിക്കണമെങ്കിൽ 125 രൂപയാകും. 125 റുപ്പീസ്. Third question, see how the numbers are multiplied. Now fill in the empty circles on the right side box. ഇവിടെ താഴെ തന്നിട്ടുള്ള നമ്പേഴ്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല എംറ്റി ആയിട്ടുള്ള സർക്കിൾസ് നമ്മൾ ഫില്ല് ചെയ്യുകയും വേണം. ഏത് മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ലെഫ്റ്റ് സൈഡിലുള്ള കോളത്തിൽ തന്നിട്ടുള്ളത്. 4 കോളംസിലായിട്ട് 3, 5, 2, 6 എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 3ഉം 5ഉം ടോപ്പിൽ 2ഉം 6ഉം ഉണ്ട്. നമുക്ക് 2വിന് തൊട്ട് താഴെയുള്ള കോളത്തിലെ നമ്പർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? ആ മുകളിലുള്ള 2വിനെ ലെഫ്റ്റ് സൈഡിലുള്ള 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. 3 ഇൻറ്റു 2 6 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് 6ന് താഴെയുള്ള കോളത്തിലെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഈ 3യെ തന്നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 18 കിട്ടി. നെക്സ്റ്റ് നമ്പർ തന്നിരിക്കുന്നത് 5 ആണ്. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും. 2വിന് താഴെയുള്ള സെക്കൻഡ് കോളത്തിലെ നമ്പർ കിട്ടും, 5ൻ്റെ ഫസ്റ്റ് പാർട്ട്. ദെൻ സെക്കൻഡ് കോളത്തിലെ നമ്പർ 6ൻ്റെ സെക്കൻഡ് കോളത്തിലെ നമ്പർ കിട്ടണമെങ്കിൽ 5 ഇൻറ്റു 6 ചെയ്ത് നോക്കിയാൽ മതി, 30 കിട്ടും. ഇനി നമുക്ക് എംറ്റി സെൽസൊക്കെ ഫില്ല് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് 2, 5, 6, 9 എന്നീ സംഖ്യകൾ എഴുതാം. ടോപ്പിലായിട്ട് റൈറ്റിലോട്ട് 3, 11, 8, 7 ഇത്രയും സംഖ്യകൾ എഴുതാം. ഇവിടെ തന്നിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 11 തന്നിട്ടുണ്ട്, 6ഉം 15ഉം 18ഉം 99ഉം 40ഉം 42ഉം തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 3യുടെ തൊട്ട് താഴെയുള്ള നമ്പർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം മക്കളെ? മുകളിലുള്ള ആ 3യും ലെഫ്റ്റ് സൈഡിലെ 2ഉം കൂടി ഇൻറ്റു ചെയ്യുക. സോ 6 ആണ് കിട്ടുന്നത്. 3 ഇൻറ്റു 2 6 കിട്ടും. നെക്സ്റ്റ് കോളം കണ്ടുപിടിക്കാൻ വേണ്ടി 11ഉം 2ഉം കൂടി ഇൻറ്റു ചെയ്യുക. 11 ഇൻറ്റു 2 22 ആണ്. നെക്സ്റ്റ് 8 ഇൻറ്റു 2 16 ആണ്. 7 ഇൻറ്റു 2 14 ആണ്. ഇനി താഴേക്ക് വരാം. 5ന് നേരെയുള്ള നമ്പേഴ്സാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമ്പർ 15 തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയേ? മുകളിലുള്ള 3 ലെഫ്റ്റ് സൈഡിലെ 5 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ഇൻറ്റു 5 15 കിട്ടി. നെക്സ്റ്റ് 11 വെച്ച് 5നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 55 കിട്ടുന്നു. 8 വെച്ച് 5നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 40 കിട്ടുന്നു. 7 ഇൻറ്റു 5 ചെയ്യുന്നു, 35 കിട്ടുന്നു. നെക്സ്റ്റ് 6ന് നേരെയുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാം. 6 ഇൻറ്റു 3 18 ആണ്. 6 ഇൻറ്റു 11 66 ആണ്. 6 ഇൻറ്റു 8 48 ആണ്. 6 ഇൻറ്റു 7 42 ആണ്. ലാസ്റ്റ് 9ൻ്റെ കോളമാണ്. 9 ഇൻറ്റു 3 27 ആണ്. 9 ഇൻറ്റു 11 99 ആണ്. 9 ഇൻറ്റു 8 72 ആണ്. 9 ഇൻറ്റു 7 63 ആണ്. നമുക്കിനി 4th ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദി ഡിജിറ്റ്സ് 1, 2, 3 വിത്തൗട്ട് റെപ്പിറ്റീഷൻ. അതായത് 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന 2 അക്ക സംഖ്യകൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല സംഖ്യകൾ. അതായത് 11, 22, 33 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെ എഴുതാം നമുക്ക്? 12, 13, 21, 31, 23 ആൻഡ് 32. 5th question, write 2 digit numbers using the digits 1, 2, 3, 4 without repetition. 1, 2, 3, 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന 2 അക്ക സംഖ്യകൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതുക. മുകളിൽ പറഞ്ഞ പോലെ തന്നെ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല. 12, 13, 14, 21, 23, 24, 31, 32, 34, 41, 42, 43. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ടേക്ക് എനി നമ്പർ ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 9. ആഡ് ദി ഡിജിറ്റ്സ് ഓഫ് ദി പ്രോഡക്റ്റ്. ഇഫ് ദി സം ഹാസ് മോർ ദാൻ 1 ഡിജിറ്റ്, ആഡ് ദി ഡിജിറ്റ്സ് അഗെയിൻ. കണ്ടിന്യൂ ടിൽ യു ഗെറ്റ് എ സിംഗിൾ ഡിജിറ്റ്. വാട്ട് ഈസ് ദ ഫൈനൽ സം? ഡു ദിസ് ബൈ ടേക്കിംഗ് എനി അതർ നമ്പർ. ഏതെങ്കിലും ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിക്കണം. ഗുണനഫലത്തിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടണം. കൂട്ടിക്കിട്ടുന്ന സംഖ്യയിൽ ഒന്നിൽ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അവയും കൂട്ടുക. ഇങ്ങനെ ഒരക്കം കിട്ടുന്നത് വരെ കൂട്ടുന്നത് തുടരണം. എന്താണ് കിട്ടിയത്? മറ്റേതെങ്കിലും ഒരു സംഖ്യ ഉപയോഗിച്ചുകൂടി ഇങ്ങനെ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള പോലെ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം. സ്റ്റെപ്പ് 1, ടേക്ക് എനി നമ്പർ. ലെറ്റ്സ് ടേക്ക് 7.
സ്റ്റെപ്പ് 2 ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ ബൈ 9 ആണ്. ഈ 7നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 9 63 കിട്ടുന്നു. സ്റ്റെപ്പ് 3 ചെയ്യേണ്ടത് ആഡ് ദ ഡിജിറ്റ്സ് ആണ്. 63ലെ 2 ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക. 6ഉം 3ഉം. 6 + 3 9 ആണ്. വി ഗോട്ട് എ സിംഗിൾ ഡിജിറ്റ് 9. വേറൊരു നമ്പർ വെച്ചുകൂടി ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് ട്രൈ അനദർ നമ്പർ. ടേക്ക് 12 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 12 × 9 ഫസ്റ്റ് ചെയ്യുക. 108 കിട്ടും. ആഡ് ഡിജിറ്റ്സ് 1 + 0 + 8 ചെയ്യുക. 9 ആണ് കിട്ടുന്നത്. അഗെയിൻ വി ഗോട്ട് 9. ഓക്കെ, ലെറ്റ്സ് ട്രൈ വൺ മോർ. ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. ടേക്ക് 25. 25 × 9 എത്രയാണ് മക്കളെ? 225 ആണ്. ആഡിങ് ഡിജിറ്റ്സ് 2 + 2 + 5 9 ആണ് കിട്ടുന്നത്. അഗെയിൻ 9. ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് പോർഷനിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു നമ്പർ വെച്ചുകൂടി ട്രൈ ചെയ്ത് നോക്കാനാണ്. ട്രൈ വിത്ത് അനദർ നമ്പർ. നമുക്ക് 5 വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ മെയിൻ നമ്പർ എടുത്തിരിക്കുന്നത് 21 ആണ്. 21 × 5 105 കിട്ടും. വെൻ ആഡിങ് ദ ഡിജിറ്റ്സ് 1 + 0 + 5 എന്ന് വരും. 6 ആണ് കിട്ടുന്നത്. 9 കിട്ടില്ല. ഓക്കെ, ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് മക്കൾക്ക് എന്ത് കൺക്ലൂഷനിലാണ് എത്തിച്ചേരാൻ സാധിച്ചേ? No matter which number you take, when you multiply it by 9 and keep adding the digits until you get one digit, the final answer will always be 9. This happens every time. Okay dears, see you in next class. Thank you for watching.